ഹലോ ഗൈസ്, നമ്മളിന്ന് കാണാൻ പോകുന്ന ഡ്രാമയുടെ പേര് 12 ലെറ്റേഴ്സ്. ഡ്രാമ തുടങ്ങുന്ന തന്നെ 1991 അങ്ങനെ 19 വയസ്സായിട്ടുള്ള നമ്മുടെ ഹീറോയിൻ ഹെയ്ടാങ് അവളിപ്പോൾ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചേക്കുക. അങ്ങനെ ഇവളുടെ മരിച്ചുപോയ അമ്മൂമ്മയ്ക്ക് വാക്കുകൊടുത്ത പോലെ ഇവൾക്ക് ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇവൾ അവസാനത്തെ ഒരു ഗുഡ് ബൈ ആയിട്ട് അവളുടെ അമ്മൂമ്മയ്ക്ക് ഒരു ലെറ്റർ എഴുതും. അങ്ങനെ ഇവൾ ഈ ലെറ്റർ അയക്കുന്നത് 1991 ഇപ്പൊ അതേസമയം വർഷം 2026 കാണിക്കുവാണ്. ഒരു പ്രായമായിട്ടുള്ള ആള് എപ്പോഴും ഒരേ പോസ്റ്റിന്റെ അടുത്തൊന്ന് ഇരുന്നോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് സെക്യൂരിറ്റിയും ഇയാൾ എപ്പോഴും അനുവാദമില്ലാതെ ഇവിടെ കയറിയിരുന്ന പിന്നെ എന്റെ ജോലി തെറിക്കും പറഞ്ഞ് അങ്ങേര് ഇവിടെ നിന്ന് പോയിക്കോളാൻ പറയും. പക്ഷെ അദ്ദേഹമാണ് എന്നെ ഒന്ന് മൈൻഡ് ചെയ്യണ്ട, ഞാൻ ഈ പോസ്റ്റിന്റെ അടുത്ത് വെറുതെ ചുമ്മാ ഇരിക്കത്തേയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ സെക്യൂരിറ്റിയെ പോയിക്കോളാൻ പറയും. അപ്പോഴാണ് സെക്യൂരിറ്റിയും പിന്നെ സാർ ഞാൻ നിങ്ങളെ 2 മാസമായിട്ട് കണ്ടോണ്ടിരിക്കുക, അങ്ങനെ ഈ പോസ്റ്റിന്റെ അടുത്ത് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നിന് അയാളും ചോദിക്കുമ്പം ആ പ്രായമായിട്ടുള്ള ആളും ഒരു ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറയും. ഇത് കേട്ട് സെക്യൂരിറ്റിയാണ് ഇതിനകത്തൊക്കെ ആര് ലെറ്റർ അയക്കാമോ എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് പ്രാന്താന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഒന്ന് ഇയാളുടെ മോളായിരിക്കും ഇവിടെ നിന്ന് വിളിച്ചോണ്ട് വന്നത്. അങ്ങനെ വീട്ടിയതിനു ശേഷം ഇങ്ങേറുടെ മകളും ഇവിടെ കടന്ന് പട്ടിണി എടുക്കാൻ വയ്യെന്ന് പറഞ്ഞ് വേറെ സ്ഥലത്തേക്ക് ജോലി കിട്ടിയെന്ന് പറയും. അതുകൊണ്ട് ഇപ്പൊ തന്നെ നമ്മൾ പോകണമെന്ന് പറഞ്ഞ് ഇവളെ ലക്കേജ് ഒക്കെ എടുത്ത് വയ്ക്കുമ്പോൾ ഇവളുടെ അച്ഛനും ഞാൻ വരുന്നില്ല, നീ വേണേ പോയിക്കോന്ന് പറയും. അതോടെ ഇവളാണ് ദേഷ്യത്തി ചുമ്മാ ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ വാച്ചാന്ന് പറഞ്ഞ് ഇനിയിപ്പോ പോസ്റ്റിന്റെ അടുത്ത് പോകാനാണോ ഇവിടെ നിന്ന് വരാത്തേന്ന് ചോദിക്കും. അപ്പോഴാണ് ഇവളുടെ അച്ഛനും ഞാൻ ഇവിടെ ഇരുന്നാലേ എനിക്കൊരു ലെറ്റർ അയക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവളുടെ അച്ഛൻ അന്ന് രാത്രി ഫുള്ളും ആർക്കോ വേണ്ടി ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കും. പക്ഷെ അവളാണ് എങ്ങനെയൊക്കെ നാളെ അച്ഛനെ വിളിച്ചോണ്ടെന്ന് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ ഇവൾ ഇറങ്ങാൻ വേണ്ടി അച്ഛനെ വിളിക്കുമ്പോഴാണ് ഇവളുടെ അച്ഛനാണ് വീട്ടിൽ കാണത്തില്ല. അതിനുശേഷം ഇവളോട് ലെറ്റർ കാണുമ്പോഴാണ് ഇവളുടെ അച്ഛനും ഞാൻ നിനക്കൊരു ഭാരമായിട്ട് മാറുന്നില്ല, അതുകൊണ്ട് എന്നെ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. എന്നിട്ട് ഇവളും പോലീസിനോടൊക്കെ ഈ കാര്യം പറയുമ്പോൾ പോലീസാണ് ഇവളുടെ അച്ഛൻ ഇവിടെ ഇല്ലെന്ന് പറയും. അതുകൊണ്ട് CCTV ചെക്ക് ചെയ്തിട്ട് ഇവളെ പിന്നെ അറിയിക്കാന്ന് പറയുമ്പോൾ അവൾ അച്ഛന് കുറെ ഓർമ്മക്കുറവുള്ളതുകൊണ്ട് അദ്ദേഹം വഴിയൊക്കെ മറന്നുവെന്ന് പറയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്റെ അച്ഛനെ കണ്ടെത്തണം എന്ന് പറഞ്ഞ് ഇവളും പോലീസിനോട് സഹായം ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ രാത്രി വരെ ഇവൾ അവളുടെ അച്ഛനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റേ സെക്യൂരിറ്റി ആണ് ഇവളെ കണ്ട് അടുത്തേക്ക് വരും. മിസ്, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, പക്ഷെ നിങ്ങൾ എന്നെ പൊട്ടനാന്ന് വിചാരിക്കില്ലേ, ഞാൻ പറയുന്ന സത്യം. ഇന്നലെ രാത്രിയാണ് നിങ്ങളുടെ അച്ഛൻ വീണ്ടും ഇവിടേക്ക് വന്ന് അയാൾ ആർക്കാണ്ടൊക്കെ പോസ്റ്റ് അയച്ചോണ്ടിരുന്നത്. അങ്ങനെ ഞാൻ കൂടെ തന്നെ നോക്കിക്കൊണ്ടിരുന്നിട്ട് അടുത്ത സെക്കൻഡ് ഇദ്ദേഹത്തിന് നോക്കുമ്പോൾ ഇയാളാണ് അവിടെ കാണുന്നില്ല. പെട്ടെന്ന് എന്റെ ഫ്രണ്ടിൽ നിന്ന് അങ്ങ് മാഞ്ഞുപോയി. അതിനുശേഷം ഞാൻ വന്ന് ഇയാൾ അയച്ച ലെറ്റർ നോക്കിയപ്പോ ആ പോസ്റ്റിനകത്ത് ആ ലെറ്റർ കാണുന്നില്ല. ഏതിന് ഇവനും കാണിച്ചു കൊടുക്കുമ്പോൾ അവളും പോസ്റ്റിനകത്ത് ഇട്ടിരുന്ന ലെറ്റർ എങ്ങനെ കാണാതെ ചോദിക്കും. അങ്ങനെ ഇയാൾ പറയുന്നൊക്കെ മണ്ടത്തരാന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് എന്തായാലും കോർത്തെടുക്കാൻ പറയുമ്പോൾ ആ സെക്യൂരിറ്റിയും അതുകൊണ്ട് ആദ്യമേ ഇവന് വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് പറയും. കാരണം ഇവൻ പറഞ്ഞേക്ക് ഇന്നലെ ഇവൻ കണ്ടതാ. കൂടെ നിങ്ങളോടൊക്കെ ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് ഞാൻ എന്തോ ചെയ്യാൻ പോന്നെന്ന് പറഞ്ഞ് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവളും ഇവളുടെ അച്ഛന് മെസ്സേജ് അയച്ച് നമ്മൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് സംസാരിച്ച് തീർക്കാന്ന് പറഞ്ഞ് ഇവള് മെസ്സേജ് അയച്ചോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു പൂച്ചയെ കണ്ട് ഇവളാണ് പേടിച്ചു പോകും. അതിനുശേഷം ആ സെക്യൂരിറ്റി അടുത്തേക്ക് വന്നിട്ട് ദേ ഈ പൂച്ച, ഇന്നലെ ഈ പൂച്ചയെ ഞാൻ കണ്ടായിരുന്നു, കറക്റ്റ് 12 മണിക്ക് ഈ സാധനം എപ്പോഴും ഇവിടേക്ക് വരും. ഏതിന് അവന് പ്രേതം എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കുമ്പോൾ ആ പോസ്റ്റിനകത്ത് എന്തോ സൗണ്ട് കേൾക്കും. അങ്ങനെ അതുകൊണ്ട് ഇവള് പതി അടുത്തേക്ക് ചെന്ന് അതെന്തോന്ന് പറഞ്ഞ് തുറന്നു നോക്കുമ്പോഴാണ് ഇതുവരെ ലെറ്റർ ഇല്ലാത്ത ആ പോസ്റ്റ് ചെയ്യുന്ന ഒരു ലെറ്റർ വീഴും. അതോടെ സെക്യൂരിറ്റിയാണ് പേടിച്ചിട്ട് സത്യമായിട്ട് ഇതൊക്കെ പ്രേതത്തിന്റെ കളിയാന്ന് പറഞ്ഞ് അവന് ദൈവത്തിനെ വിളിക്കുമ്പോൾ ഈ ലെറ്റർ വന്നേക്കുന്ന 1991 അതായത് തുടക്കത്തിൽ ഹെയ്ടാങ് മരിക്കാൻ പോവാന്ന് അവളുടെ അമ്മമ്മയ്ക്ക് എഴുതിയ ലെറ്ററാണിത്. അതിനുശേഷം വീണ്ടും കഥ 1991 പോവാ. ഇതാണ് നമ്മുടെ ഡ്രാമയിലെ ഹീറോ ഈശുൻ. അങ്ങനെ കടം വാങ്ങിച്ചവരുടെ ഇന്ന് പൈസ പിരിച്ചെടുക്കുന്നതാണ് ഇവരുടെ പരിപാടി. അങ്ങനെ അത് ഈ കണ്ണാടിയിട്ട ഇവനാണ് ഈശുന്റെ ബോസ്. അതായത് ഇവന്മാരൊക്കെ അവനെ ചാന്നേ വിളിക്കത്തുള്ളു. അങ്ങനെ ഈശുനും അവന്റെ കൂടെ റാറ്റ് എന്ന് പറഞ്ഞ വേറെ ഒരുത്തനുണ്ട്. ഇവ രണ്ടുപേരും ചാടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇവന്മാര് 3 പേരും കൂടെ ഇപ്പൊ ഒരാളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കാൻ വേണ്ടി പോവാ. അങ്ങനെ അത് വേറെ ആരുടെ വീടല്ല, നമ്മുടെ ഹീറോയിൻ ഹെയ്ടാങ്ങിന്റെ വീടാ. അങ്ങനെ അവൾ അമ്മൂമ്മ മരിച്ചുകൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഇവര് 3 പേരും കൂടെ നിന്റെ അച്ഛൻ ഇവിടെ എല്ലാം മോളെന്ന് പറഞ്ഞ് ഇവരകത്തേക്ക് കയറി വരും. കാരണം ഇവളുടെ അച്ഛനാണ് കടം വാങ്ങിച്ചേക്കുന്നത്. അപ്പോഴാണ് അവളും അയാളൊന്ന് വീട്ടിലെന്ന് പറയുമ്പം ഇവരും അയാളുടെ സ്വന്തം അമ്മ മരിച്ചിട്ട് പോലും ഇതുവരെ വീട്ടിൽ വന്നില്ലെന്ന് ചോദിക്കും. അതിനുശേഷം ഇവരും തന്ന പൈസ വാങ്ങിക്കാൻ വേണ്ടി വന്നേന്ന് പറഞ്ഞ് ഇപ്പൊ ഇവളോട് പറയുമ്പം അവൾ എന്റെ കയ്യിലൊന്നും പൈസ ഇല്ലെന്ന് പറയും. അതുകൊണ്ട് കടം വാങ്ങിച്ച അയാളോട് തന്നെ നിങ്ങൾ പോയി ചോദിക്കുന്നത് ഇവള് പറഞ്ഞുവിടാൻ നോക്കുമ്പം ഇവന്മാരെങ്കിൽ പിന്നെ പൈസക്കാരും ഇവിടുന്ന് സാധനങ്ങൾ എടുത്തോണ്ടേക്കോളാം പറയും. അങ്ങനെ ഇവളുടെ അച്ഛൻ പൈസ ആയിട്ട് വന്ന് ഈ സാധനങ്ങളൊക്കെ തിരിച്ചു വാങ്ങിച്ചോണ്ടാവും പറയുമ്പം അവളും കരഞ്ഞോണ്ട് എന്റെ അമ്മൂമ്മ ഇപ്പൊ മരിച്ചേ ഉള്ളു, അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടെ നിന്ന് ഇവരെ പോയിക്കോളാൻ പറയും. പക്ഷെ അവന്മാരാണ് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഉള്ള പൈസ എടുത്തോണ്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവളും പുറയുന്ന കല്ലെടുത്തോണ്ട് അവന്മാർ അടിക്കാൻ വേണ്ടി വരും. അപ്പോഴാണ് ഈശ്വരനാണ് അവൾ തടഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പണി ചെയ്യുന്നേ ഉള്ളു, അതുകൊണ്ട് ഈ പൈസ ആണ് മര്യാദയ്ക്ക് നിന്റെ അച്ഛനെ ഒന്ന് കാണാൻ പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഇവന്മാര് വേറെ അടുത്തുനിന്ന് പൈസ വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടെ മൊത്തത്തെ അടിയാകും. അങ്ങനെ അവിടെ കുറെ ഫൈറ്റ് ഒക്കെ ചെയ്തിട്ട് ഇവിടെ ഈശുന്റെ കൈ ചെറിയ വെട്ടി വീഴുമ്പോഴാണ് ചായാണ് ഇവന്റെ കൈക്കൊന്നും കുഴപ്പമില്ലെന്ന് ചോദിക്കും. കാരണം ഇവന്റെ നാളെ സ്കൂളിൽ പോകാനുള്ള. അപ്പോഴാണ് അവനും എനിക്കൊന്നും സ്കൂളിൽ പോകണ്ട, നിങ്ങളുടെ ലൈൻ മറ്റേ ടീച്ചറില്ലേ അവർ എന്നെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നത്, പിന്നെ ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാ ഞാൻ സ്കൂളിൽ പോകുന്നത്. ഏതിന് അവനും പറയുമ്പം ചായ എന്തായാലും ഇവ സ്കൂളിൽ പോയാല് നമുക്കും കുറച്ച് ബുദ്ധിയൊക്കെ വളർത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവൻ അതിനു വേണ്ടിയെങ്കിലും
പഠിക്കാൻ പറയും. അതിനുശേഷം ഇവന്മാരെ ശമ്പളമൊക്കെ കൊടുത്ത് ഇവന്മാരെ വീട്ടിൽ പറഞ്ഞയക്കുമ്പോഴാണ് ഈശുവിന് വീട്ടിൽ ചെന്നിട്ട് അവന്റെ പൈസ എല്ലാം സേവ് ചെയ്ത് വെച്ചോണ്ടിരിക്കും. അതേസമയം ഈശുവിന്റെ കൂട്ടുകാരെ റാറ്റും അവൻ വീട്ടിലൊന്നും പോവാതെ അവിടുത്തെ ഒരു സിനിമ ലൈബ്രറി ചെന്ന് അവിടുത്തെ ഒരു പെങ്കൊച്ചിനെ വായി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം ഇഷ്ടമൊക്കെ ഉണ്ട്. അതേസമയം ഈശുൻ ജോലി ചെയ്യുന്ന ചായക്ക് വേണ്ടിയാണെങ്കിലും ആ ചായക്കും ഒരു ബോസ് ഉണ്ട്. അയാളാണ് എല്ലാവർക്കും കടം കൊടുത്തിട്ട് അതൊക്കെ പിരിച്ചോണ്ടുവരാൻ വേണ്ടി ഇവരെ പറഞ്ഞയക്കുന്നത്. അവന്റെ പേര് ഗാവോ. അവനെ കണ്ട എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ നിന്റെ കൊച്ചുപിള്ളേരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇനിയിപ്പോ ഹെയ്റ്റങ്ങിന്റെ അച്ഛന്റെ അടുത്തിരുന്ന് ഇവൻ പൈസ വാങ്ങിക്കണ്ട, അവൻ വേറെ ആൾക്കാരെ പറഞ്ഞയക്കാൻ പോകാൻ പറയും. കാരണം ചായയൊക്കെ അടി വാങ്ങിച്ച് കൂട്ടുന്ന ജോലി മാത്രമേ ഏക്കത്തുള്ളൂ എന്നറിഞ്ഞ് എല്ലാവരുടെ ഫ്രണ്ട് അവനെ കളിയായിക്കൊണ്ടിരിക്കും. പക്ഷെ അവനാണ് അതൊന്നും വലിയ കണക്കായിട്ട് എടുക്കാതെ ഇവരുടെ പൈസ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോകത്തേ ഉള്ളൂ. അതിനുശേഷം അടുത്ത ദിവസം ഈശുന് സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവനെ ചേർക്കാൻ ആഗ്രഹിച്ച മറ്റു ടീച്ചറാണ് കണ്ടിട്ട് ഇത്ര ലേറ്റ് ആയിട്ടാണ് നീ ക്ലാസ് വരുന്നത്, നിനക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയാം, മര്യാദയ്ക്ക് ഈ തവണെങ്കിലും നീ പഠിച്ച് പാസ്സാവാൻ നോക്ക്, എന്നാലും നിന്നെ കോളേജിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. എന്നിന് അവൻ അഡ്വൈസ് ചെയ്തിട്ട് ഇനി പഴയതുപോലൊന്നും ആ ചാട പറ പൈസ പിരിക്കാനൊന്നും പോകണമെന്ന് പറയും. അതിനുശേഷം ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നിട്ട് ഇവനെ പരിചയപ്പെടുത്തുമ്പോഴാണ് ഹെയ്റ്റങ്ങാണ് ഇവനെ കണ്ട് ഷോക്കായിരിക്കും. അതേസമയം അവൻ അവളെ കണ്ടിട്ട് ഇവളെല്ലാം ഇന്നലെ കണ്ടെന്ന് പറഞ്ഞ് അവന് പിടികിട്ടും. അങ്ങനെ അതേശം ക്ലാസ് കഴിഞ്ഞ് രണ്ട് പയ്യന്മാർ ഇവനെ കാണാൻ വേണ്ടി വരുമ്പോഴാണ് ഈശൻ യുമാർക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അതിലൊരുത്തനും എന്റെ പേര് ഷൻ, നിനക്കൊല്ലം പ്രശ്നം വരുവാണെങ്കിൽ നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, എനിക്കറിയാവുന്ന കുറെ കണക്ഷനൊക്കെ ഉണ്ട്, ഇപ്പൊ വരുന്നോ നമുക്ക് പുറത്തെ ഒരു ഗെയിം കളിക്കാം. എന്നിന് ഇവനും വിളിച്ചു നോക്കുമ്പോൾ ഈശൻ എനിക്കിപ്പോ വേറെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹെയ്റ്റങ്ങാണ് ഇവനെ തടഞ്ഞു നിർത്തിയിട്ട് മര്യാദയ്ക്ക് ഇന്നലെ എടുത്തോണ്ട് എന്റെ പൈസ തന്നേക്ക്, അതിന്റെ അമ്മൂമ്മയുടെ പൈസയാ, നീ ഇപ്പൊ തന്നില്ല ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കും. എന്നിന് ഇവള് പറയുമ്പോഴാണ് അവനും എന്റെ പൈസ ഇല്ല, കൂടാതെ നിന്റെ അച്ഛനെ കടം വാങ്ങിച്ചേക്കുന്നത്, കടം വാങ്ങിച്ച ആ പൈസയൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ. എന്നിന് ഇവനും പറയുമ്പോ തന്നെ അവളും ഒരേശം പൈസ തന്നില്ല, ഇവളുടെ അടുത്ത് കട്ടെടുത്താന്ന് സ്കൂളിൽ ചെന്ന് ഇവള് പറഞ്ഞു കൊടുക്കുമെന്ന് പറയും. അങ്ങനെ അതേസമയം ഇവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചും വന്നടനെ അവനായത് നിന്റെ അച്ഛന് പൈസ തരാൻ പറഞ്ഞറിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവൾ എപ്പോഴും ഒരു ലൈബ്രറി ചെന്നാണ് ജോലി ചെയ്യുന്നത്. അപ്പോഴാണ് അവിടുത്തെ ഓണറും നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ വിറ്റുപോകാൻ വേണ്ടി എന്തായാലും ഒരു പ്രോഗ്രാം നടത്തണം എന്നറിഞ്ഞ് ഇവളൊരു ഐഡിയ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അതിനേശ് ഇവളും പുറത്തൊരു ബോർഡിനകത്ത് നമ്മളുടെ ഫ്യൂച്ചറിനോട് എന്തെങ്കിലും എഴുതാൻ ആഗ്രഹമുണ്ട് അത് എഴുതി ഇവിടെ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവളിങ്ങനെ എഴുതിയിട്ടേക്കും. അപ്പോഴാണ് ഇത് കണ്ട അയാളും ഇത് കൊള്ളാം, ഇനിയിപ്പോ ഇത് വായിച്ച് ആരെങ്കിലും പോസ്റ്റ് ചെയ്യാൻ വന്ന നമ്മുടെ സാധനങ്ങളൊക്കെ വിറ്റുകൊടുക്കാം, എങ്കിൽ ശരി ഞാൻ പോയി എന്റെ പയ്യനെ വിളിക്കാൻ പോവാ, നീ കടന്നു വയ്ക്കോ. എന്നിന് അയാൾ അവിടെ നിന്ന് പോകുമ്പോൾ കുറച്ച് വേസ്റ്റ് ഒക്കെ എടുത്തോണ്ട് ഒരു പ്രായമായിട്ടുള്ള ആൾ അവിടേക്ക് വരും. അങ്ങനെ ഇയാളുടെ വണ്ടിക്കകത്ത് മറ്റേ പോസ്റ്റും കാണാൻ പറ്റും, കൂടാതെ പൂച്ചയുണ്ട്. അതിനേശം അയാളും ഇവളുടെ കടയിൽ നിന്ന് കുറച്ച് ബൈൻഡ് വായിച്ചോണ്ട് പോകും. അങ്ങനെ ഈശുനും അവന്റെ ടീച്ചറിനോട് പണിക്കൊന്നും പോകത്തില്ലെന്ന് പറഞ്ഞാലും അവൻ ഇപ്പോഴും ചാട് കൂടെ വർക്ക് ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ യുവമാരും പൈസ വാങ്ങിച്ചിട്ട് അവന്മാർ നമ്മളെ കിട്ടി അടിക്കാൻ പറ്റുന്ന പറഞ്ഞ് യുവമാരെ കാക്കാരെ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ചായയാണ് പെട്ടെന്ന് യുവമാരോട് എടാ പിള്ളേരെ നിങ്ങളൊന്നും വിഷമിക്കണ്ട, നമുക്ക് ഈ പണിയൊന്നും വേണ്ട, നമ്മൾ സമാധാനത്തിൽ ഞാനൊരു ബോട്ട് വാങ്ങിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പണി നോക്കാം, അതിനേശം ആ ഗാവയുടെ കീഴൊന്നും വർക്ക് ചെയ്യണ്ട, നമുക്ക് ഡീസന്റ് ആയിട്ട് പണി ഉണ്ടാക്കാം. എന്നിനെ ചായം പറഞ്ഞിട്ട് യുവമാർ സന്തോഷത്തി ഞങ്ങൾക്ക് ഈ പണിയൊക്കെ മടുത്തോയെന്ന് അറിഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ തുണി കച്ചവടമൊക്കെ നോക്കാന്ന് പറയും. അതിനേശം ചായ യുവമാരോട് ഇനിയിപ്പോ ഹേറ്റങ്ങിന്റെ വീട്ടിൽ നിന്ന് പോയി യുവമാർ പൈസ വയ്ക്കണം എന്ന് പറയുമ്പോൾ ഈശനും അതെന്താന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും ഹഗാവോ അവന്റെ വേറെ ആൾക്കാരൊക്കെ പറഞ്ഞയച്ച് നമ്മൾ പോയ ആ പെങ്കൊച്ചിനൊന്ന് പേടിപ്പിക്കത്തില്ലെന്ന്, അവന്മാരൊക്കെ മോശമായിട്ടുള്ള ആൾക്കാരാ. എന്നിന് ഇവനും പറയുമ്പം ഈശന് കുറച്ച് പേടിയാവും. അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ ലൈബ്രറിയുടെ പുറത്ത് മറ്റേ പോസ്റ്റ് ഒന്ന് കിടക്കുമ്പോഴാണ് ഇതെങ്ങനെ ഒന്നെന്ന് പറഞ്ഞ് ഹെയ്റ്റ് അങ്ങനെ അവളുടെ ബോസിനെ മനസ്സിലാവത്തില്ല. കൂടാതെ ഇതിനകത്ത് ഒരു ലെറ്ററും കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അത് ഇവളുടെ പേരിലാന്ന് പറഞ്ഞ് ബോസ് ഇവളുടെ കൊടുക്കും. അപ്പോഴാണ് ഇവളത് കണ്ടിട്ട് ഇത് ഇന്നലെ അങ്ങേര് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പോസ്റ്റിൽ എന്ന് പറഞ്ഞ് ഇവൾക്ക് മനസ്സിലാവും. അതിനുശേഷം ഇവളുടെ ബോസും എന്തായാലും ഈ പോസ്റ്റ് എന്ന സ്ഥിതിക്ക് നമ്മുടെ കട നടത്തുന്ന പ്രോഗ്രാമിന് ഇതിനകത്ത് കസ്റ്റമേഴ്സ് ഒക്കെ വന്ന് അവരുടെ ഫ്യൂച്ചറിന് ലെറ്റർ അയക്കട്ടെ തീരുമാനിക്കും. അതിനുശേഷം ഇവള് സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഇവൾക്കൊന്ന് ലെറ്റർ വായിച്ചു നോക്കുമ്പോഴാണ് അവൾക്കത് കണ്ട് കട്ട ദേഷ്യം. അതിനുശേഷം ഇവിടെ ക്ലാസ് വെച്ച് ഹെയ്റ്റങ്ങും ഒരു ലീഡറായിട്ട് അവള് ക്ലാസിന്റെ ഫണ്ട് കളക്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ മറ്റേ ഷെന്നാണ് ഇവളെ കണ്ടിട്ട് ഇവള് ക്ലാസ് ലീഡർ ആയതുകൊണ്ട് ഞങ്ങളുടെ ഇന്ന് പൈസ ചുമ്മാ അടിച്ചു മാറ്റാമെന്ന് പറഞ്ഞ് അവൻ എപ്പോഴും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ അവളൊന്നും മൈൻഡ് ചെയ്യാതെ നിനക്ക് സംശയമുണ്ട് ടീച്ചറിനോട് ചെന്ന് ചോദിച്ചോന്ന് പറഞ്ഞിട്ട് അവൾ അടുത്തായിട്ട് ഈശന്റെ അടുത്ത് പൈസ വാങ്ങിക്കാൻ വരുമ്പോൾ അവൾ ദേഷ്യത്തി ഇവനോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വിളിക്കും. അപ്പോഴാണ് അവൻ എന്തോ കാര്യം അറിയാൻ വേണ്ടി പറഞ്ഞു ചെല്ലുമ്പം ഇവളും ദേഷ്യത്തി നിനക്കെന്നെ റാഗിയാണ് റാഗിയാം, പക്ഷെ ഇനി എനിക്ക് അങ്ങനത്തെ ലെറ്റർ ഒന്നും എഴുതി പോവല്ലേ, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. എന്നിന് ഇവൾ ദേഷ്യപ്പെടുമ്പം അവനൊന്നും മനസ്സിലാവാതെ ഏത് ലെറ്റർ നീ എന്തോ പറയുന്നത് എന്നിന് ഇവനും ചോദിക്കുമ്പം നിനക്കറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതേസമയം ഇവളില്ലാത്ത സമയം നോക്കി മറ്റേ ഷെന്നാണ് ആ ലെറ്റർ എടുത്തങ്ങ് വയ്ക്കും. അയ്യോ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ലവ് ലെറ്റർ, നമ്മൾ രണ്ട് ജീവിതത്തിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ രണ്ടുപേരും മനസ്സിലാക്കി സന്തോഷത്തോടെ ജീവിക്കും. ഹെയ്റ്റാങ് എത്ര ജന്മം കഴിഞ്ഞാലും ഞാൻ നിന്നെ
നിന്നെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ എന്ന് ഈഷും ഏതിന് അവൻ എല്ലാവരും ഫ്രണ്ട് വെച്ച് ഈ ലവ് ലെറ്റർ വായിച്ചു കൊടുക്കുമ്പോൾ ഹേറ്റിങ്ങാണ് ദേഷ്യത്തി അത് അവന്റെ വാങ്ങിക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവിടേക്ക് വന്ന് ഈഷുനാണ് ഇവിടെ എന്തോ സംഭവം നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് അവനും ദേഷ്യത്തി ആ ലെറ്റർ വാങ്ങിച്ചിട്ട് നോക്കും. അപ്പോഴാണ് ഹേറ്റിങ് അതിനു മുമ്പേ ആ ലെറ്റർ വലിച്ചു കീറുമ്പം ഇത് കണ്ട് ടീച്ചറും ഇവ രണ്ടുപേരും സംസാരിക്കും. അപ്പോഴാണ് ഈശനും ഞാൻ ഇന്നല്ലേ ഇവൾക്ക് ലവ് ലെറ്റർ എഴുതിയെന്ന് പറഞ്ഞ് അവനും പറഞ്ഞു നോക്കുമ്പോൾ ടീച്ചർ വിശ്വസിക്കാതെ ഇവളോട് സത്യം പറയാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും ടീച്ചറോട് നീ സത്യം പറഞ്ഞറിഞ്ഞ് ഇവനാണ് തന്നെ ചോദിക്കുമ്പോൾ ഹേറ്റിങ്ങിന് ആദ്യം പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇവനെ വഴക്കുറയും. എടാ ഈശുൻ, ഞാൻ നിന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ അഡ്മിഷൻ വാങ്ങിച്ചെന്ന്. നിനക്ക് ആദ്യത്തെ ദിവസം തന്നെ ഒരാളെ പ്രൊപ്പോസ് ചെയ്യണോ? ഈ നിന്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയല്ലേ, എനിക്ക് നല്ലോണം അറിയാം. നിന്നെ ടീച്ചർ പറയുമ്പോഴാണ് അവനും ഇത് എന്റെ ഹാൻഡ് റൈറ്റിംഗാ, പക്ഷെ ഞാനല്ല ഇത് എഴുതിയത്, നിങ്ങളിത് വേണം വിശ്വസിച്ചോ, ഈ സത്യമായിട്ട് ഞാനൊന്നല്ല എഴുതിയത് എന്നിട്ട് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഈശനാണ് ആ ശനിനെ തടഞ്ഞു നിർത്തിയിട്ട് എടാ ആ ലെറ്റർ എവിടെ നിന്ന് നീയാണ് എന്റെ പേരും പറഞ്ഞ് അവൾക്ക് ആ ലവ് ലെറ്റർ അയച്ചേ എന്നിട്ട് ഇവനും ചോദിക്കുമ്പോൾ ഞാനല്ല നിന്റെ പേരിൽ എഴുതിയേക്കതെന്ന് പറഞ്ഞ് ഇവനെ രക്ഷപ്പെടാൻ നോക്കും. അതോടെ ഈശ്വരനാണ് ദേഷ്യത്തി മര്യാദയ്ക്ക് നിന്നോട് പറയാം, ഇനി മേലെ എന്നെ ഇവിടെ പ്രശ്നത്തിലാക്കല്, നിനക്ക് എന്നെ കുറിച്ച് അറിയത്തില്ല, ഞാൻ നിന്നെ പിന്നെ വെറുതെ ഇടത്തില്ല എന്നിട്ട് ഇവനെ പേടിപ്പിക്കുമ്പോൾ ടീച്ചറാണ് അവിടേക്ക് വന്നിട്ട് ഇവനെ മര്യാദ കൈയെടുക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവിടേക്ക് ഹേറ്റങ്ങിന്റെ അച്ഛനും വന്നിട്ട് ഈ പ്രായത്തിൽ ഇങ്ങനെ ലവിലൊക്കെ വീഴാവാൻ മോളെന്ന് പറഞ്ഞ് അയാൾ കുറെ അഡ്വൈസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ടീച്ചറും ഇത് ഹേറ്റങ്ങിന്റെ തെറ്റല്ല, ഒരു ടീച്ചറായിട്ട് എന്റെ തെറ്റാന്ന് പറഞ്ഞിട്ട് അവര് സോറി പറയും. അപ്പോഴാണ് അവളുടെ അച്ഛനും ഓ ടീച്ചറെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, എന്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ പാവ ഹേറ്റങ്ങിനെ വഴക്കോലും അറിയത്തില്ല, അവൾക്ക് ഞാൻ കുറെ സ്നേഹം കൊടുത്തുപോയി, അതുകൊണ്ടാ അവളിങ്ങനെ വഷളായിപ്പോയ, ഞാൻ അവളെ വീട്ടിൽ ചെന്ന് നല്ലോണം പാഠം പഠിപ്പിച്ചോളാം, പിന്നെ ഈ പയ്യനാണോ ഇവൾക്ക് ലെറ്റർ അയച്ചെന്ന് എന്നിട്ട് അവളുടെ അച്ഛനും ചോദിക്കുമ്പോൾ ഇവനും അയാളെ തന്നെ ഇങ്ങനെ പുച്ഛിച്ച് നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഇയാളൊരു വമ്പം ഫ്രോഡാന്ന് അവൻ അറിയാം. അതിനുശേഷം അവളുടെ അച്ഛനും പഠിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ പഠിക്കേണ്ട മോനെന്ന് പറഞ്ഞ് ഇവനെ കുറെ അഡ്വൈസ് ചെയ്യുമ്പോൾ അവനാണ് ദേഷ്യത്തി എന്നെ പാഠം പഠിപ്പിക്കാൻ നീ ആരാ, നിങ്ങൾ വിചാരിക്കുന്ന ഈ ലവ് ലെറ്റർ ഞാനെന്നല്ല എഴുതിയ എന്നിന് ഇവനും പറയുമ്പോൾ അവളുടെ അച്ഛനും ഞാനിത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, നിങ്ങൾ ചുമ്മാ തമാശക്ക് എഴുതി കാണും എന്നിന് അയാൾ ഹേറ്റനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിന് ശിവൻ ആ ലെറ്റർ എടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് ഈ ലെറ്റർ എഴുതിയത് വേറെ ആരുമല്ല 2026 ആ പ്രായമായിട്ടുള്ള ആളാണ്, അതായത് ആ പ്രായമായിട്ടുള്ള വ്യക്തിയായിരുന്നു ഈശ്വൻ. എന്നിട്ട് ഇവിടെ വീട്ടിൽ എത്തിയതിനു ശേഷം അവളുടെ അച്ഛനാണ് അവളിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. എടി നിനക്ക് നിന്റെ അമ്മയെ പോലെ നശിച്ചു വേണോ, അവളോ വേറൊരുത്തിന്റെ കൂടെ ഒളിച്ചോടാൻ നോക്കി, ഇപ്പൊ നീ ഈ പ്രായത്തിൽ തന്നെ വേറൊരുത്തിന്റെ കൂടെ ഒളിച്ചോടാൻ നോക്കുന്നു. എന്നിട്ട് അവളെ ഇട്ട് അടിച്ച് ഉപദ്രവിക്കുമ്പം ഇവള് ഞാൻ ആരും സ്നേഹിച്ചിട്ടില്ലെന്ന് പറയും. പക്ഷെ ഇവളുടെ അച്ഛനാണ് ഒരു ഒന്നിനും കൊള്ളാത്തവന്, അതുകൊണ്ട് അവന്റെ സ്വഭാവത്തിന് ഇപ്പൊ ഇവളുടെ ഇന്ന് പൈസ വാങ്ങിക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ അവളുടെ ബാഗിൽ തട്ടിപ്പറിച്ച് കുറച്ച് പൈസ എടുക്കുമ്പം ഇത്ര ഉള്ളോടി എന്ന് പറഞ്ഞിട്ട് ഇവള് ജോലിക്ക് ഉണ്ടാക്കി പൈസയൊക്കെ ചോദിക്കും. അപ്പോഴാണ് അവളും എന്റെ ഇത്രേ ഉള്ളു, എനിക്ക് നാളെ ഫുഡ് കഴിക്കാൻ തന്നെ പൈസ ഇല്ല, മര്യാദയ്ക്ക് എനിക്ക് കുറച്ച് ചെലവിനതാ എന്നിട്ട് ഇവള് വയ്ക്കുമ്പോൾ നിന്റെ ചെലവനേക്ക് ആരോടി, എനിക്ക് ബെറ്റ് കെട്ടുള്ള പൈസ പോലും കിട്ടിയില്ല എന്നിട്ട് അവളുടെ ഇരിക്കുന്ന എല്ലാ പൈസയും കൂടെ അടിച്ചു മാറ്റിയിട്ട് ഇവളെ പട്ടിണിക്ക് ഇടുന്ന ഒരു മോശമായിട്ടുള്ള അച്ഛനാണ് ഇവൻ. അതിനുശേഷം ഇവളാണ് അവളുടെ അച്ഛനെ കാശ് എടുത്തുണ്ടോ സമ്മതിക്കത്തില്ല, കാരണം ഇന്ന് സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്ത പിള്ളേരുടെ പൈസയാണ് അതൊക്കെ. അപ്പോഴാണ് ഇവളുടെ അച്ഛനും നീ എന്നെ അടിക്കാറായെന്ന് പറഞ്ഞിട്ട് ഇവളെ തള്ളിയിട്ടിട്ട് നിനക്ക് ജീവൻ തന്ന ഞാൻ നിന്നെക്കാളും ബലശാലിയാന്ന് പറഞ്ഞ് ഇവളെ കുറെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അവൻ അടുത്തേക്ക് വന്നിട്ട് നീ പഠിച്ച് നല്ലോണം ജോലിക്ക് പോയാലല്ലേ ഒരു റിച്ച് ആയിട്ടുള്ള ഫാമിലി നിന്നെ കെട്ടിച്ചയക്കാൻ പറ്റത്തുള്ളൂ, അതിനുശേഷം എനിക്കും ഈ ജോലിക്കൊന്നും പോകാതെ സന്തോഷത്തോടെ ജീവിക്കാം, അതിനു വേണ്ടിയാ ഞാൻ നിന്നെ ജീവനോട് ഇട്ടേക്കുന്നത്, എന്തായാലും ഞാൻ നിന്റെ അച്ഛനല്ലേ, ഞാൻ നിന്റെ കൂടെ തന്നെ വരും, നീ എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ നോക്കിയാലും ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല, അതുകൊണ്ട് മോൾ സമാനപ്പെട്, പഠിച്ചിട്ട് റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ കല്യാണം കഴിപ്പിച്ചു തരാം എന്നിട്ട് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഇവള് അവിടെ നിന്ന് വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കും. അതേസമയം അവിടെ ഈശുനാണ് ആ ലവ് ലെറ്റർ അവന്റെ കൂട്ടുകാരനോട് കാണിക്കുമ്പോൾ അവനാണ് ഷോക്കായിട്ട് എടാ അതിനുമ്പോ നീ സ്കൂളിൽ വല്ലതും പ്രശ്നം ഉണ്ടാക്കിയോ, നിന്നെ പോലെ സെയിം ഹാൻഡ് റൈറ്റിംഗ് ആണല്ലേ എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് ഈശുനും എടാ ഞാൻ പോയിട്ട് തന്നെ 2 ദിവസം ആയതേ ഉള്ളൂ, ആ ഹേറ്റങ് അല്ലാതെ വേറെ ആരും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, എനിക്ക് എന്തായാലും ഒരു പേടി ഞാൻ അവളുടെ വീട്ടിൽ ചെന്ന് പൈസ വാങ്ങിച്ചാരിയാം ഇനി ടീച്ചറെല്ലാം അറിയുമോ എന്ന്, അതുകൊണ്ട് ഇപ്പൊ തന്നെ അവളുടെ അമ്മൂമ്മയുടെ പൈസ എല്ലാം ഞാൻ കൊടുത്തേക്കാം എന്നിട്ട് ഇവനും കൊടുക്കാൻ തീരുമാനിക്കുമ്പോഴാണ് ഇവന്റെ കൂട്ടുകാരനാണ് എടാ നീ എന്തിനാണ് ഈ പൈസ കൊടുക്കുന്നത്, ഞാൻ വേണേ വേറെ ആൾക്കാരെ പറഞ്ഞയച്ച് അവളെ പേടിപ്പിക്കാം, അവൾ ഈ കാര്യം ടീച്ചറോട് പറയത്തില്ല എന്നിട്ട് ഇവൻ പറഞ്ഞു നോക്കുമ്പോഴാണ് യേശുനും എടാ അത്രയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഇനിയിപ്പോ എന്നെ കുറിച്ച് അറിഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നല്ല ഞാൻ പേടിക്കുന്നത്, ടീച്ചറും ചായ തമ്മിലുള്ള റിലേഷൻ അത് കാരണം പ്രശ്നത്തിലാണ്, ഞാൻ കാരണം വെറുതെ അവർ തമ്മിൽ പ്രശ്നം വരണ്ട, ഞാൻ ഇപ്പൊ തന്നെ അവളുടെ ഈ പൈസ കൊടുക്കാൻ പോവാ, നീ കടന്നുറങ്ങിക്കോ അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് ഇവിടെ അച്ഛന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ ഹേട്ടങ്ങും കരഞ്ഞോണ്ട് അവള് മരിക്കാൻ തീരുമാനം എടുക്കും. അങ്ങനെ ഇതാണ് ഡ്രാമയുടെ തുടക്കത്തിൽ ഇവളുടെ അമ്മമ്മയ്ക്ക് എഴുതുന്ന ലെറ്റർ, സ്വന്തം അച്ഛന്റെ ഈ ക്രൂരത സഹിക്കാൻ പറ്റാത്തോണ്ട അവള് മരിക്കാൻ തീരുമാനിച്ച്. അങ്ങനെ അവൾ എത്ര ശ്രമിച്ചിട്ടും ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല അമ്മൂമ്മയെന്ന് അറിഞ്ഞിട്ട് അവൾ അവസാനമായിട്ട് അവനെ കൊന്നിട്ടെങ്കിലും ഇവളെ സമാധാനിച്ച് ജീവിക്കണം എന്നറിഞ്ഞ് അവളൊരു കത്തിയായിട്ട് ചെല്ലും. അതേസമയം തന്നെ ഈശ്വരൻ ഇപ്പോ ഇവളെ കാണാൻ വേണ്ടി വന്നോണ്ടിരിക്കുക.
അങ്ങനെ ഹെയ്റ്റങ് അവളുടെ അച്ഛനെ കൊല്ലാൻ പോകുന്ന വഴിക്കാണ് ഇവൾ എഴുതിയ ലെറ്റർ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അവള് നേരെ വന്ന് ചൂതാടിക്കൊണ്ടിരിക്കുന്ന ഇവളുടെ അച്ഛനെ കുത്തി കൊല്ലാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഈശ്വനാണ് അവിടേക്ക് വന്നിട്ട് ഇവളെ തടഞ്ഞു നിർത്തും. അതോടെ അവളുടെ അച്ഛനാണ് പേടിച്ചിട്ട്, എടി നീ എന്നെ കൊല്ലാൻ നോക്കുന്നോ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ എന്നിന് അവനും പേടിച്ചോയിരിക്കുമ്പോൾ ഇവള് മരിക്കുവാണ് രണ്ടുപേർക്ക് ഒരുമിച്ച് മരിക്കാന്ന് പറഞ്ഞിട്ട് അവനെ കൊല്ലാൻ ശ്രമിച്ചോണ്ടേയിരിക്കും. അപ്പോഴാണ് ഈശ്വനാണ് അവളെ പിടിച്ച് മാറ്റിയിട്ട്, നിനക്കെന്താ വട്ടാണോ, അവനെ കുത്തി കൊന്നിട്ട് നീ പിന്നെ എന്ത് ജീവിതം ജീവിക്കാൻ പോന്നെ, പിന്നെ നിന്റെ ലൈഫ് ഫുള്ള് നരകമായിരിക്കും എന്നിന് ഇവനും പറയുമ്പം അവളൊന്നും കേൾക്കാതെ അവനെ കൊല്ലാൻ വേണ്ടി പുറകെ ഓടിച്ചില്ലും. അതിനുശേഷം വീണ്ടും വീണ്ടും ചെന്ന് ഇവൻ അവളെ തടയുമ്പോഴാണ് അവൾ എന്നെ സമാധാനിച്ച് ചാവാൻ പോലെ നീ വിടത്തില്ലെന്ന് പറഞ്ഞ് ഇവനോട് ദേഷ്യപ്പെട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും പുറകെ വന്നോണ്ട് എന്തായാലും ഇവനെ പോലെ ഒരു ഒന്നിനും കൊള്ളാത്തിന് വേണ്ടി നീ എന്തിനാ മരിക്കാൻ പോന്നെന്ന് പറഞ്ഞ് ഇവൾ ഇപ്പൊ തന്നെ ഇതൊക്കെ നിർത്തിക്കോളാൻ പറയും. പക്ഷെ ഇവളാണ് ഞാൻ മരിക്കുന്നുണ്ട് നിനക്കെന്താ പ്രശ്നം എന്ന് പറഞ്ഞ് ഇവനെ മാറിപ്പോകാൻ പറയുമ്പോൾ അവനപ്പോ ഇവളുടെ ധൈര്യം മരിക്കാനേ ഉള്ളോന്ന് ചോദിക്കും. കൂടാതെ ഇവള് കൊണ്ടുവന്ന കത്തയും കൊണ്ട് ഓരോരുത്തരും കൊല്ലാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവളെ പറഞ്ഞ് മനസ്സിലാക്കും, ഇനി ഇവള് കൊല്ലാൻ നോക്കുവാണ് അതിൽ നിന്ന് അവൻ രക്ഷപ്പെട്ട പിന്നെ ഇവളായിരിക്കും ജയിലിൽ പോയി ജീവിക്കണ്ട, പിന്നെ എന്തൊരു ജീവിതം നിനക്ക് കിട്ടാൻ പോന്നെന്ന് പറഞ്ഞ് ഇവൻ അഡ്വൈസ് ചെയ്യുമ്പോൾ അവിടേക്ക് വരുന്ന പോലീസും ഇവരെ വിളിച്ചോണ്ടങ്ങ് പോകും. അതിനുശേഷം പോലീസാണ് അവളുടെ അച്ഛനോട് സ്വന്തം മോളിനെ നിന്നെ കത്തിയും കൊണ്ട് കുത്താമെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് ഇവനാണ് പേടിച്ചിട്ട് അവൾക്ക് തലയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഇവൻ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയും. അതുകൊണ്ട് മോളുടെ ഭാഗത്തൊന്നും തെറ്റില്ല, ഞാനൊരു അച്ഛനായിട്ട് ഇതൊക്കെ സഹിച്ചല്ലേ പറ്റത്തുള്ളെന്ന് ഇവൻ നാടകം കളിക്കുമ്പം പോലീസാണ് ഇത് കേട്ടിട്ട് എങ്കിൽ പിന്നെ അവൾ എന്തിനാ ആശുപത്രി ചേക്കാത്തം ചോദിക്കും. ഒരു ഇയാളല്ലാതെ വേറെ ആർക്കെങ്കിലും ഇതേപോലെ പറ്റിയായിരുന്നെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെല്ലാം കാര്യമുണ്ടെന്ന് പറഞ്ഞ് പോലീസ് കുറെ അഡ്വൈസ് ചെയ്യുമ്പം അവിടേക്ക് വരുന്ന ഹെയ്റ്റാങ്ങാണ് ഇവളുടെ അച്ഛൻ പറഞ്ഞ് സത്യമെല്ലാം കേട്ടിട്ട് എനിക്കാണോ വട്ട് നിനക്കാണോ വട്ടെന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ അവളുടെ അച്ഛനാണ് ഇതൊന്നും കണക്കെടുക്കാതെ ഇവിടെ ഈശ്വനോട് എന്നെ സഹായിച്ചതിന് താങ്ക്സ് മോനെ എന്ന് പറഞ്ഞ് അയാളൊരു നല്ലവനെ പോലെ ഇവിടെ നിന്ന് നാടകം കളിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഹെയ്റ്റങ് ഇവിടെ എല്ലാം പ്രശ്നം ഉണ്ടാക്കിയ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന പേടിച്ചിട്ട് ഈശ്വൻ അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതോടെ ഇവളാണ് ദേഷ്യത്തി നീ എന്നെ വട്ടായിട്ടാണ് വിചാരിച്ചതെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവനോട് ചൂടാകുമ്പം അവൻ അതുകൊണ്ടെന്നല്ല നിന്നെ വിളിച്ചോണ്ടെന്ന്, നിനക്ക് നാളെ സ്കൂളിൽ പോവാണ്, നീ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കല്ലെന്ന് ഇവനും പറയും. ഒരു ശിവൾക്ക് മരിക്കാനാ ആഗ്രഹമെങ്കിൽ മരിക്കുന്നേക്ക് ഈസിയാ, പക്ഷെ ജീവിക്കാനാ പാടെന്ന് പറയും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ജീവിതം ജീവിച്ചിട്ട് മരിക്കുന്ന നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇവൻ ചോദിക്കും. അതോടെ അവളാണ് ദേഷ്യത്തി നിനക്ക് എന്റെ ജീവിതത്തിനെ കുറിച്ച് എന്തറിയാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവൾ ഒറ്റയ്ക്കൊന്നിരിക്കുമ്പോഴാണ് ഇവൻ അവൾ ആശ്വാസപ്പെടുത്താൻ വേണ്ടി അടുത്തേക്ക് ചെന്നിരിക്കും. ഞാൻ നിന്റെ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി വന്നതല്ല, നീ എങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കാരണം നിന്റെ അച്ഛൻ അങ്ങനത്തെ ഒരാളാ. ഇനി കുറച്ച് മാസങ്ങളും കൂടെ ഉള്ളു, നീ നല്ലോണം പഠിക്കുന്നുണ്ട്, നിനക്ക് ഇവിടെ നിന്ന് പുറത്ത് കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടും, എന്നിട്ട് നീ എന്തിനാ ഇപ്പൊ അയാൾക്ക് വേണ്ടി മരിക്കാനൊക്കെ തീരുമാനിച്ച്, അവൻ നിന്നെല്ലാം ചെയ്തായിരുന്നു എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ക്ലാസ് ശേഖരിച്ചു വെച്ചിരുന്ന പൈസ എല്ലാം അവൻ കട്ടോണ്ടോ എന്ന് പറയും. അതോടെ ഈശ്വരൻ ഇത് കേട്ടിട്ട് അതിനു വേണ്ടിയാണ് നീ ഇപ്പൊ ചാകാൻ പോയത്, എങ്കിൽ പിന്നെ ആ പൈസ ഞാൻ നിനക്ക് തന്നാ പോരെ, എന്തായാലും പൈസ ഞാൻ തരുന്നവരെ ടീച്ചർ നിന്നോട് ആ പൈസയെ കുറിച്ച് തിരക്കുവാണ്, നീ ഞാനാ എടുത്തോണ്ടോ എന്ന് പറഞ്ഞാൽ മതി, ഞാൻ ടീച്ചറിനോട് സംസാരിച്ചോളാം, ഇപ്പൊ വാ നമുക്ക് വീട്ടിൽ പോവാം, നാളെ സ്കൂളുണ്ടല്ലോ എന്നിട്ട് അവളെ ചെന്ന് വീട്ടിലാക്കിയിട്ട് ഇവന് ഡോർ ക്ലോസ് ചെയ്യാൻ നോക്കും. അപ്പോഴാണ് അവിടെ സിഗരറ്റ് അടക്കുന്നുണ്ട്. ഇവന് സംശയത്തി ആ ഗാവോടെ ആൾക്കാരൊക്കെ പൈസ ഒഴിച്ച് ഇവിടെ കൊന്നേക്കോന്ന് പറഞ്ഞ് ഇവൾ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് വരാൻ വേണ്ടി പറയും. പക്ഷെ അവളാണ് എനിക്ക് ആരും പേടിയില്ലെന്ന് പറയുമ്പം ഇവൻ അവരൊക്കെ സാധാരണപ്പെട്ട ആൾക്കാരൊന്നുമില്ല, അവന്മാർ എന്തും ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞ് ഇവൾക്ക് ഇവിടെ ഇരിക്കുന്ന സേഫ് അല്ലെന്ന് പറയും. അതുകൊണ്ട് അവളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോഴാണ് ആ ഗാവോടെ ആൾക്കാരാണ് ഇവരെ കണ്ടിട്ട് ആ ഏബോടെ മകൾ രക്ഷപ്പെട്ടു പോകുന്നറിഞ്ഞ് ഇവരെ ടോട്ടിക്കും. അതിനെ ശിവൻ അവളെ സുരക്ഷയുടെ ഒരു സ്ഥലത്താക്കിയിട്ട് മറ്റവന്മാരെ ഡൈവേർട്ട് ചെയ്ത് അവൻ അവിടെ നിന്ന് ഓടിപ്പോകും. അങ്ങനെ കുറെ സമയത്തിന് ശേഷം ഇവനും മുഖം ഫുള്ള് ചോരയായിട്ട് അവളെ വിളിച്ചോണ്ട് പോകാൻ നോക്കുമ്പോൾ ഇവളാ ചോര കണ്ട് പേടിക്കും. അപ്പോഴാണ് അവനും ഇതൊന്നും കുഴപ്പമില്ല, ഇനി നിനക്ക് പോകാൻ വല്ല വീടുണ്ടോ എന്നിട്ട് അവന് ചോദിച്ചിട്ട് അവസാനം അവന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ടുപോകും. കാരണം ഇവൾക്കറിയാവുന്ന വേറെ ആരും ഇവിടെ ഇല്ല. അതിനുശേഷം അവളുടെ കയ്യിലാണ് കുറെ പാടിരിക്കുന്നിട്ട് ഇവൻ നിന്റെ അച്ഛനാണോ ഇതൊക്കെ ചെയ്തേന്ന് ചോദിക്കും. അങ്ങനെ അയാളെ തടയാൻ ആരില്ലെന്ന് ചോദിക്കുമ്പോൾ ഇവളൊരു അച്ഛൻ മകളെ പാഠം പഠിപ്പിക്കുന്നൊക്കെ ആർക്കും തടയാൻ പറ്റും ചോദിക്കും. അങ്ങനെ ഇവൾക്ക് സ്വന്തമായിട്ട് ഫാമിലീസ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒരേശ പോലീസിനെ വിളിച്ചാൽ പോലും ഇന്ന് നടന്ന പോലെ അയാൾ നാടകം കളിക്കും പറയും. അങ്ങനെ ഇവളാകെ സമ്മാനിച്ച് ജീവിച്ചോണ്ടിരുന്ന സ്കൂളിൽ മാത്രമേ ഉള്ളു. പക്ഷെ ഇപ്പൊ ഇവളുടെ നിന്ന് ആ പൈസ പോയതുകൊണ്ട് ഇനിയിപ്പൊ അതും പോയി കിട്ടിയെന്ന് ഇവളിവിടെ സങ്കടപ്പെട്ട് പറയുമ്പോൾ അവൻ ഈ പ്രശ്നമൊക്കെ അവൻ ഹാൻഡിൽ ചെയ്തോളം പറയും. അപ്പോഴാണ് അവളും അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതെന്റെ പ്രശ്നമല്ല, ഇനി എന്തായാലും ഞാൻ മരിക്കാനും തീരുമാനിക്കത്തില്ല എന്നിട്ട് അവളും പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോൾ ഇവൻ ഇവിടെ നിന്ന് എവിടെ പോകാന്ന് പറഞ്ഞിട്ട് അവളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഇവൻ കടയിൽ ചെന്ന് ഇവൾക്ക് വേണ്ടി കുറെ കഴിക്കാൻ ഫുഡും പേസ്റ്റും ബ്രഷൊക്കെ വാങ്ങിച്ചോണ്ട് വരും. അതിനുശേഷം അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഈ റൂമെല്ലാം ക്ലീനാ, പിന്നെ ബാത്റൂം അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ഇവളുടെ വീടായിട്ട് നോക്കിക്കോളാൻ പറയും. അപ്പോഴാണ് അവളാണ് നിന്റെ വീടായിട്ട് നീ എന്തിനാ പുറത്തേക്ക് പോകുന്നെന്ന് പറഞ്ഞ് അവൾ ഇവിടെ നിന്ന് പോയിക്കോളാം എന്ന് പറയുമ്പോൾ അവൻ ഈ സമയത്ത് ഇവൾ വീട്ടിലേക്ക് പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇവൾ ഇവിടെ തന്നെ
കടന്നുറങ്ങാൻ പറയും. എന്നിട്ട് അവനവന്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവനാണ് മറ്റേ കൊച്ചിന് വായി നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവനെ കണ്ട് പേടിച്ചിട്ട് അളിയാ നീങ്ങി വന്നേ, ഞാൻ ചുമ്മാ സിനിമ കാണാൻ വേണ്ടി വന്നേ, അല്ലാതെ വായി നോക്കുമല്ല എന്ന് അവൻ പറയുമ്പം ഈശ്വനാണ് ചിരിച്ചിട്ട് ഓ സത്യമാണ് എനിക്ക് മനസ്സിലായി, ഞാൻ സിനിമ കാണാൻ വേണ്ടി വന്നേ. എന്നിട്ട് ഈശ്വൻ വീട്ടിലുള്ളതുകൊണ്ട് ഇവൻ ഇവിടെ കിടന്നുറങ്ങും. അതിനുശേഷം ഇവിടെ ഈശ്വന്റെ കൂട്ടുകാരനും പുറത്ത് അവൻ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ആ ഗാവോടെ ആൾക്കാരെല്ലാം നീ മാത്രം ഒറ്റ കഴിക്കുന്നെന്ന് പറഞ്ഞ് ഇവനെ ഫുഡ് വാങ്ങിച്ചു തരാൻ വേണ്ടി പറയും. അതിനുശേഷം അവനും നിങ്ങൾക്ക് വാങ്ങിച്ചു തരാതെ പിന്നെ ആർക്ക് വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അവന്മാരൊക്കെ അവിടെ പിടിച്ചിരുത്തും. കാരണം ഇവന്മാരൊക്കെ സീനാണ്. അതിനുശേഷം ഇവന് പൈസ ഇല്ലാതെ ഇവന്മാർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോകുമ്പോൾ അവന്മാരാണ് ഇവന്റെ ലൈനിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞോണ്ടിരിക്കും. എടാ സിനിമ ഇടുന്ന പെങ്കൊച്ചില്ലേ, അവളെ കാണാനേ കൊള്ളാം, പക്ഷെ അവൾക്ക് നല്ലോണം നടക്കാൻ പറ്റത്തില്ല, അവൾക്ക് അതേയുള്ള ഒരു വീക്ക്നെസ്. എന്നിട്ട് അവന്മാര് സംസാരിച്ചോണ്ട് ഇപ്പൊ ഇവനെ നോക്കി നീ എന്തായാലും അവളുടെ പുറകെ പോയില്ലേ എന്ന് പറഞ്ഞ് ഇവന്മാരൊക്കെ അവിടെ നിന്ന് കളിയാക്കി ചിരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവന്മാരൊക്കെ അവളിട്ട് കുറെ കളിയാക്കുമ്പോഴാണ് ഇവന് കട്ട ദേഷ്യായി അവന്മാരൊക്കെ അടിച്ച് പഞ്ഞിക്കിടും. അതിനുശേഷം അവന്മാരെല്ലാം കൂടെ കൂട്ടത്തോടെ ഇവനടിച്ച് പൊട്ടിക്കുമ്പോഴാണ് ഈ സംഭവം എന്നറിയാതെ ഈശ്വരനെ സിനിമ സ്ഥലത്ത് തന്നെ കടന്നുറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ അവനാണ് സിനിമ അവിടെ പ്ലേ ആകുന്നുണ്ട് നല്ലോണം ഉറക്കം വരത്തില്ല. ഇപ്പൊ വീണ്ടും 2026 കാണിക്കുവാണ്. ഇവിടെ അവളുടെ അച്ഛൻ അന്വേഷിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം സെക്യൂരിറ്റിയും പേടിച്ചിട്ട് ഇവിടെ പ്രേതമുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും വരല്ലേ മോളെന്ന് പറഞ്ഞ് ഇവൻക്ക് ഒരു അഡ്വൈസ് ചെയ്യും. പക്ഷെ അവളാണ് എന്തോ ഇതിലൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളുടെ ഫോൺ നമ്പർ എടുത്തിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവിടെ പോലീസ് ആള് വിളിച്ചു വരുത്തുമ്പോഴാണ് ഇവളുടെ അച്ഛനെ കണ്ടെത്താൻ അച്ഛന്റെ വല്ല ID കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും എന്റെ കയ്യിലൊന്നുമില്ല, പക്ഷെ എന്റെ ID കാർഡ് മതിയെന്ന് പറഞ്ഞിട്ട് ഇവളുടെ കൊടുക്കും. അതിനുശേഷം അവർ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് സത്യത്തിൽ നിന്റെ അച്ഛൻ കാണാതെ പോയോ അല്ലെ നീ ഞങ്ങളെ പറ്റിക്കണമെന്ന് പറഞ്ഞിട്ട് പോലീസ് ഇവളോട് ചോദിക്കും. അതുകൊണ്ട് അവളാണ് ഷോക്കായിട്ട് ഞാൻ ഇതിനെ കള്ളം പറയുന്നത്, എന്റെ അച്ഛൻ മിസ്സിങ് ഇന്നലെ തൊട്ട്, അത് രാത്രി സമയത്ത് ഞങ്ങൾ തമ്മിൽ ചെറിയ തർക്കം ഉണ്ടായിരുന്നു, അതിനുശേഷം രാവിലെ ഞാൻ അദ്ദേഹത്തിനെ കണ്ടില്ല എന്നിന് ഇവളും പറയുമ്പോൾ പോലീസ് എങ്കിൽ പിന്നെ നിന്റെ അച്ഛൻ ഇതല്ലേന്ന് പറഞ്ഞിട്ട് അയാളുടെ സിസ്റ്റർ എടുത്ത് കാണിക്കും. അങ്ങനെ ഇവളുടെ അച്ഛൻ 20 വർഷം മുമ്പേ ജയിലിൽ കടന്ന് മരിച്ചെന്ന് പറയുമ്പോൾ ഇവളാണ് ഫോട്ടോ കണ്ടിട്ട് ഇത് അവളുടെ അച്ഛനല്ലെന്ന് പറയും. കൂടാതെ സ്വന്തം അച്ഛനെ കണ്ട് ഇവൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇങ്ങേരൊന്നും ഇവളുടെ അച്ഛനല്ലെന്ന് പറയുമ്പോൾ ആ പോലീസാണ് എന്നാൽ ഞങ്ങളുടെ സിസ്റ്റം തെറ്റായിട്ട് പറയത്തില്ല മോളെ, നീ പോയി നിന്റെ അച്ഛന്റെ ID കാർഡോ എന്താന്ന് വെച്ചാൽ ഡീറ്റെയിലിന് കൊണ്ടുപോവാ, എന്നാൽ ഈ കേസ് ക്ലിയർ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്നിന് ഇവളെ തിരിച്ച് പറഞ്ഞയക്കും. അതിനുശേഷം ഇവള് വീട്ടിലേക്ക് വന്നിട്ട് അച്ഛന്റെ ID കാർഡൊക്കെ വല്ലോണ്ടെന്നാണ് തപ്പിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവൾക്ക് അവിടെ ഒരു കുക്കീസിന്റെ ബോക്സ് കാണുന്നത്. അതിനുശേഷം അവളെ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഹെയ്റ്റങ് എന്ന് പറഞ്ഞൊരു പേര് ഇവളൊരു ലെറ്റർ കാണും. അങ്ങനെ അത് കണ്ട് അവളാണ് ഷോക്കായിട്ട് ഇന്നലെ രാത്രി ഇതേപോലെയല്ല ഹെയ്റ്റങ് എന്ന പേര് എന്നൊരു ലെറ്റർ 1991 വന്നേന്ന് പറഞ്ഞ് ഇവൾ രണ്ടും കൂടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ രണ്ടും ഒരേ പേരാന്ന് ഇവൾക്ക് മനസ്സിലാവും. അതിനുശേഷം അവളും അതിന്റെ കൂടെ തന്നെ ഉള്ള കുറെ ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴാണ് ഇവളുടെ അച്ഛൻ പൂഷെ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് കുറെ ടിക്കറ്റ് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചേക്കുന്ന കാണാം. അതുകൊണ്ട് ഇവളാണ് ഇത് ഷോക്കായിട്ട് അച്ഛന്റെ എന്തിനാ ഈ ടിക്കറ്റ് കുറെ ഉള്ളെന്ന് പറഞ്ഞ് ഇവൾക്കൊന്നും മനസ്സിലാവത്തില്ല. അതേസമയം ആ പൂഷെ സ്ഥലം ഇപ്പൊ കാണിക്കുവാണ്. അവിടെ ഇപ്പോൾ ഒരുത്തനും വിദേശത്ത് നിന്ന് ആദ്യമായിട്ട് ഇവന്റെ അമ്മയെ കാണാൻ വേണ്ടി വരുമ്പം വീട്ടിലാണ് അവന്റെ അമ്മ കാണത്തില്ല. അതുകൊണ്ട് അവന് ഫോണൊക്കെ വിളിച്ചു നോക്കുമ്പോൾ ഇവന്റെ അമ്മയുടെ ഫോണ് ഒരു ട്രാഫിക് പോലീസായിരിക്കും എടുക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം ഇവനിപ്പോ വിളിച്ച വ്യക്തി ഒരു കാറുമായിട്ട് മലയുടെ മുകളിൽ നിർത്തിയേക്കോന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ ആ കാർ എടുത്തോണ്ട് പോകാൻ വേണ്ടി പറയും. കാരണം ഇപ്പൊ കുറെ ദിവസമായിട്ട് ആ കാർ അവിടെ തന്നെ നിൽക്കുക. അതുകൊണ്ട് ഈ ന്യൂസ് കേട്ട് അവന് പെട്ടെന്ന് ഷോക്കാവും. ഇവന്റെ അമ്മയാണ് ഹെയ്റ്റങ്. അങ്ങനെ ആ ഒരു സസ്പെൻസോടെ ഇവിടെ വീണ്ടും നമ്മള് 1991 പോവാണ്. അവന് രാത്രി ഫുള്ളും പുറത്ത് കിടന്നുറങ്ങിയിട്ട് ഇപ്പൊ ഇവളെ വന്ന് വിളിക്കുമ്പോഴാണ് ഇവളുടെ ഒരു അനക്കം കാണത്തില്ല. അതുകൊണ്ട് അവനും ഞാനിപ്പോ അകത്തേക്ക് ഒരു ഹെയ്റ്റങ് എന്ന് പറഞ്ഞിട്ട് അവൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പം അവളാണ് അകത്തെങ്ങും തന്നെ കാണത്തില്ല. അപ്പോഴാണ് ഇവന് മനസ്സിലാവുന്ന സത്യത്തിൽ ഇവ വാങ്ങിച്ചെന്ന ഒരു സാധനം പോലെ അവൾ യൂസ് ചെയ്യാതെ അവൾ ഇവിടുന്ന് രാവിലെ തന്നെ ഇറങ്ങിപ്പോയെന്ന്. അതിനുശേഷം അവന് നേരെ അവളെ ക്ലാസ് വെച്ച് കാണാന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് ചെല്ലുമ്പം അവിടെ അവൾ വന്ന് കാണത്തില്ല. അതുകൊണ്ട് ഇവൾ എവിടെ പോയെന്ന് പറഞ്ഞ് അവൻ ആലോചിച്ചോണ്ടിരിക്കും. അതേസമയം ഹെയ്റ്റങ് നേരെ ടീച്ചറിനെ കാണാൻ പോയിട്ട് ഇവളുടെ കയ്യിൽ നിന്ന് പൈസ കളഞ്ഞോ എന്ന് പറയാൻ വേണ്ടി വന്നേക്കുക. അപ്പോഴാണ് ടീച്ചർ ഇവളെ കണ്ടിട്ട് ഹെയ്റ്റങ് നിന്റെ ഫേസിനൊക്കെ എന്ത് പറ്റി, എന്തിനാ കുറെ പാടൊക്കെ ഉള്ള എന്നിട്ട് ടീച്ചറും ചോദിക്കുമ്പോൾ അവളും പ്രശ്നമൊന്നുമില്ലെന്ന് പറയും. അതിനുശേഷം ടീച്ചറും എങ്കിൽ പിന്നെ ക്ലാസ് ഫണ്ട് എവിടാന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുമ്പോൾ ഇവളെ ഞാൻ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഇവളില്ലാത്ത സമയം നോക്കി ആ ഷെന്നാണ് കുറെ കഥകൾ ഇവളെ കുറിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. അളി ഇന്നലെ രാത്രി ആ ഹെയ്റ്റങ് അവളുടെ അച്ഛനെ കത്തിയും കൊണ്ട് കുത്താൻ പോയടാ, അവസാനം അവളുടെ അച്ഛനാണ് പെടപെടിച്ച് അവിടെ വീണുപോയ, അത്രയ്ക്ക് ചോരായിരുന്നു ആ സ്ഥലം ഫുള്ളും. എന്നിട്ട് അവൾ അവളുടെ അച്ഛനെ വിട്ടില്ല, പുറേ ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് നോക്കി ഒരു വെട്ടാങ് വെച്ചു കൊടുത്ത്. എന്റെ പൊന്നോ മാസ് എന്നിന് ഇവനും കുറെ കഥകളൊക്കെ ഉണ്ടാക്കി പറയുമ്പം കേട്ടിരിക്കുന്ന എല്ലാവരും കൂടെ എങ്കിൽ പിന്നെ അവളുടെ അച്ഛൻ ചത്തോന്ന് ചോദിക്കും. അപ്പനാണ് അവനും ചത്തിട്ടൊന്നുമില്ല, പക്ഷെ അവൾ തടയാൻ വേണ്ടി കുറേമാര് വന്നറാ, അവരെല്ലാം ഇവള് വെട്ടി അങ്ങ് വീഴ്ത്തി. ഇവൾക്ക് സത്യത്തിൽ പ്രാന്ത, നമ്മുടെ സ്കൂളിൽ നോർമലായിട്ട് ചുമ്മാ നാടകം കളിക്കുക, തലയ്ക്ക് സുഖമില്ലാത്തവളാണ് ഈ ഹെയ്റ്റങ് എന്നിന് ഇവനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവിടെ
ഇടയ്ക്കാണ് ഈശ്വനും ദേഷ്യത്തിൽ വന്നിട്ട് ഇവനെ പിടിച്ചങ്ങ് അടിക്കും. നിന്നോട് ആരാടാ ഈ കഥയൊക്കെ പറഞ്ഞ? എന്നിന് ഇവന് ചൂടാകുമ്പം അതേസമയം അവിടേക്ക് വരുന്ന ഹെയ്റ്റാങ്ങിനെ കണ്ട് ഇവെല്ലാം പേടിച്ച് സീറ്റിൽ ചെന്നിരിക്കും. അതിനുശേഷം അടുത്ത സെക്കൻഡ് തന്നെ ഇവളുടെ അച്ഛൻ സ്കൂളിൽ വന്ന് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും. സാറുമാരെ നിങ്ങൾക്കൊന്നും അറിയത്തില്ല, ഇന്നലെ രാത്രി അവൾ കത്തിയും കൊണ്ട് എന്റെ വയറ് കുത്തി കീറി. എന്റെ മോളല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ പോലീസിൽ പിടിച്ചു കൊടുത്തേ. നിങ്ങൾക്ക് എന്തോ പിള്ളേരെ പഠിപ്പിക്കുന്നത്? ഇങ്ങനെയാണോ അവൾക്ക് ഡിസിപ്ലിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? എന്നിന് അവളുടെ അച്ഛനും ടീച്ചർമാരായിട്ടൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പൈസ വാങ്ങിച്ചോണ്ട് പോകാൻ വേണ്ടി നോക്കുക. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന അവളാണ് ഓടി വന്ന് ഇവളുടെ അച്ഛനെ തടഞ്ഞു നിർത്തുമ്പം ഇവളുടെ അച്ഛനും ദേഷ്യത്തി ഇന്നലെ രാത്രി നീ എവിടാടി പോയി കടന്ന്? ഇവന്റെ ബെഡ്റൂമിലായിരുന്നു എന്നിനെ അവരെ കുറിച്ച് മോശമായിട്ട് പറയുമ്പം ഈശ്വൻ അവനെ അടിച്ചു പൊട്ടിച്ചിട്ട് സ്വന്തം മോളിനെ കുറിച്ചാണ് അവിടെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് അവനെ വഴക്കുറയും. അതിനുശേഷം ടീച്ചർമാരിലെ ഇവരെ പിടിച്ച് തടഞ്ഞു നിർത്തുമ്പോഴാണ് അവളുടെ അച്ഛനും സ്കൂളിൽ വെച്ച് നീ അടിച്ചോന്ന് പറഞ്ഞ് അവന് പ്രിൻസിപ്പളിനെ കാണാൻ പറഞ്ഞ് ടീച്ചേഴ്സായിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം പ്രിൻസിപ്പൾ എന്ന് ഇയാളെ സമാനപ്പെടുത്തുമ്പം അയാൾ ചുമ്മാ കരഞ്ഞോണ്ട് നാടകം കളിച്ചോണ്ടിരിക്കും. എന്റെ മോളെ കുറിച്ച് എനിക്ക് നല്ല വിഷമമുണ്ട് സാറേ. ആ പയ്യനെ കണ്ടില്ലേ, സ്കൂളിൽ വെച്ച് തന്നെ ഒരു മുതിർന്ന മനുഷ്യനെ നോക്കാതെ എന്നെ അടിച്ച് പൊട്ടിച്ച്. ഒരു ദിവസം നിങ്ങളും തടഞ്ഞില്ല, അവൻ എന്നെ ഇവിടെ വെച്ച് എന്നെ കൊന്നേനെ. എനിക്കിത് പറയാൻ തന്നെ നാണക്കേട. പക്ഷെ എന്റെ പൈസ ഇല്ല സാറേ, അതുകൊണ്ട് തന്നെ ഇന്നലെ എന്റെ മോൾ എന്നെ കുത്തിയപ്പോ തന്നെ എനിക്ക് ആശുപത്രി പോകാൻ പറ്റിയില്ല. എന്റെ മകളുടെ ഫീസ് അടച്ചടച്ച് തന്നെ എന്റെ പൈസ എല്ലാം ഇല്ലാതായിപ്പോയി. എന്നിന് ഇങ്ങാരും ചുമ്മാ നാടകം കളിക്കുമ്പം പ്രിൻസിപ്പളാണ് ഇതൊക്കെ സത്യം എന്ന് വിചാരിച്ച് ഇങ്ങേർക്ക് ചെലവിന് പൈസ കൊടുക്കും. അപ്പോഴാണ് അവളുടെ അച്ഛനും പൈസ ഒന്നും വേണ്ട സാറേ, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, എന്റെ വിഷമങ്ങളൊക്കെ നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കണ്ടേ. പിന്നെ സ്കൂളിൽ വെച്ച് നടന്ന ഭക്ഷണമൊന്നും ഞാൻ ആരോടും പറയത്തില്ല. എന്നിന് ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ പ്രിൻസിപ്പൾ എന്തായാലും ഈ പൈസ നിങ്ങളുടെ നല്ലതിന് വേണ്ടി വെച്ചോന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്താൽ കൊടുക്കും. അതിനുശേഷം അവളുടെ അച്ഛന് വന്ന പണി കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നല്ല മനസ്സിനെ ഞാൻ ഒരിക്കലും മറക്കത്തില്ലെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം ടീച്ചറാണ് ഈശ്വനെ പിടിച്ച് വഴക്കുറഞ്ഞോണ്ടിരിക്കും. എടാ നീ ആ ചായയുടെ കറങ്ങുന്ന പോലെ ഇവിടുന്ന് പ്രശ്നം ഉണ്ടാക്കുവാണോ? നിന്റെ ഗാങ്സ്റ്റർ മൈൻഡ് ഇതുവരെ മാറിയിട്ടില്ല. ഇനി നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുവാണ് ഈ സ്കൂളിൽ നിന്നെ പുറത്താക്കും. എന്നിട്ട് ടീച്ചറും പറയുമ്പോൾ അവനും ദേഷ്യത്തി ഞാനെന്തോ തെറ്റിയത്? അങ്ങേരൊക്കെ ഒരു വട്ടന, അയാൾ എത്ര മോശക്കാരനാന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഇത് ഒരു പ്രശ്നമില്ലെങ്കിൽ എന്നെ പുറത്താക്കിയോ, എനിക്കൊരു സീനില്ല. എന്നിട്ട് ഇവനും പറയുമ്പം ടീച്ചർ വിഷമിച്ചിട്ട് എടാ ഈശ്വൻ, കൊച്ചിലെ തൊട്ട് നമ്മൾ ഒരുമിച്ച അനാഥാശ്രമത്തിൽ വളർന്ന് എനിക്ക് നിന്നെ കുറിച്ച് നല്ലോണം അറിയാം. നീ ആ ചായയോടെ എപ്പോഴാണ് കറങ്ങി തുടങ്ങിയ അപ്പൊ തൊട്ട് നിനക്ക് പ്രശ്നങ്ങളാ. നീ ഇപ്പൊ ഹെയ്റ്റാങ്ങിന്റെ കൂടെ കറങ്ങുന്നുണ്ടാ അവൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വന്ന് തുടങ്ങുന്നത്. നീ നല്ലോണം ആലോചിക്കും. ഇതിനുമ്പ് നിന്നെ സ്കൂളിൽ നിന്ന് എന്തിനാ പുറത്താക്കിയ? ഈ തവണ അതൊന്നും ചെയ്യാതെ നീ നിന്നെ കൺട്രോൾ ചെയ്യണ്ട. ഇനി നീ ഇവിടെ നിന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. എന്നിട്ട് ടീച്ചറും പറയുമ്പം അവനാണ് അപ്സെറ്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു പക്ഷേ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുവാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ പുറത്താക്കാം, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഹെയ്റ്റങ്ങ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവളുടെ ഇന്ന് കളഞ്ഞുപോയ പൈസ എല്ലാം എന്റെ കയ്യിലുള്ള, അതുകൊണ്ട് ക്ലാസ് ഫണ്ടൊക്കെ ഞാൻ തന്നിപ്പോ. എന്നിട്ട് ഇവനും പറയുമ്പം സ്വന്തം അനിയനായിട്ട് കാണുന്ന ചേച്ചിയും എങ്കിൽ പിന്നെ നിന്നെ ആരോടെ ഫോഴ്സ് ചെയ്യുന്നില്ല ഇറങ്ങിപ്പോയിക്കോന്ന് പറഞ്ഞിട്ട് അവർ വിഷമിച്ച് പറഞ്ഞയക്കും. അങ്ങനെ ഈശ്വനും ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴാണ് ഇത് കണ്ട് ഷെന്നെ സന്തോഷത്തി ഞാൻ പറഞ്ഞില്ലേ സ്കൂൾസിന് അതിനായിട്ട് റൂൾസ് ഒക്കെ ഉണ്ട്, അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് അവന് സന്തോഷത്തിരിക്കും. അതിനുശേഷം ഈ കാര്യം അറിഞ്ഞ് ഹെയ്റ്റങ്ങാണ് ടീച്ചറിനെ കാണാൻ വേണ്ടി വരും. ടീച്ചറെ ക്ലാസ് ഫണ്ട് എന്റെ എന്നാ കളഞ്ഞു പോയത്, നിങ്ങൾ എന്തിനാ അവനെ സസ്പെൻഡ് ചെയ്ത്? നിങ്ങൾക്കൊല്ലം പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കാം, അവനെ തിരിച്ചു വിളിക്കും. എന്നിട്ട് ഇവൾ പറയുമ്പോഴാണ് ടീച്ചറും ഹെയ്റ്റാങ് നീ ഇപ്പൊ ഇങ്ങനെ തീരുമാനം എടുക്കുവാണ് പിന്നെ നിന്നെ കോളേജിലൊന്നും പോകാൻ പറ്റത്തില്ല, അതാണ് നീ ആഗ്രഹിക്കുന്നത്, എങ്കിൽ പിന്നെ ധൈര്യമായിട്ട് നിനക്ക് ഇവിടെ നിന്ന് പോകാം. എന്നിട്ട് ടീച്ചറും പറയുമ്പോൾ അവൾ ഈശ്വരന് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവനൊരു ഇന്നസെന്റ് ആണെന്ന് പറയും. അങ്ങനെ ഇവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാ ഇവളുടെ അച്ഛൻ അടിച്ചെന്ന് പറഞ്ഞിട്ട് അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് ടീച്ചറും അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, അവനെ സസ്പെൻഡ് ചെയ്തുള്ളെന്ന് പറഞ്ഞിട്ട് ഇവളിപ്പോ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി പറയും. അതിനുശേഷം ഈശ്വനും അവൻ നേരെ ചായ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് അവനാണ് ഇവനോട് ദേഷ്യപ്പെടും. എടാ ഇന്നലെ നീ എവിടായിരുന്നു പോയ? നീ എന്തോ എന്നെ മണ്ടനാന്ന് വിചാരിച്ചോ? ഇന്നലെ നീ എന്തിനാണ് അവളുടെ പ്രശ്നത്തിൽ ചെന്ന് ഇടപെട്ടെ? അത് നിന്റെ വല്ലതും പ്രശ്നമാണോ? എന്നിനെ ചാ ചൂടാകുമ്പോഴാണ് അവനും അതല്ല ചാ, അവൾക്ക് സഹായിക്കാൻ വേറെ ആരും ഇല്ല, അതുകൊണ്ട് ഞാൻ അവളെ ഹെൽപ്പ് ചെയ്ത്, അവളുടെ ഭാഗത്തൊരു തെറ്റുമില്ല, അവളുടെ അച്ഛനല്ലേ കടം വാങ്ങിച്ചേക്കുന്നത്. എന്നിന് ഇവനും പറയുമ്പം ചായയാണ് അവൻ അടിച്ചിട്ട് എടാ ഈശ്വൻ നമ്മളൊക്കെ പിരിവുകാരാ, ഇവിടെ നീ ഹീറോ ഒന്നും കളിക്കണ്ട, ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞല്ലേ നമുക്ക് ജീവിക്കണ ആ ഗാവുമായിട്ട് പ്രശ്നം ഉണ്ടാക്കല്ലേ. നീ അവന്റെ ആൾക്കാരെ തന്നെ അവളെ രക്ഷിക്കാൻ വേണ്ടി അടിച്ചിട്ട് ഇത് കാരണം എത്ര വലിയ പ്രശ്നം ഉണ്ടാകുമോ നീ ഒന്നും അറിയുന്നില്ല. എടാ റാറ്റെ നിനക്കെന്താ പ്രശ്നം? എടാ നീ ആ ഗാവോടെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരെ അടിച്ചിടുന്നു, നമ്മളെ കൊണ്ടൊന്നും അവന്മാർ അടുത്ത് പോലെ നിൽക്കാൻ പറ്റത്തില്ല, നമുക്ക് ജീവിക്കണേ അവന്മാരുടെ അടുത്ത് നിന്ന് മാറി നിന്നേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ജോലി ചെയ്യണേ ഇതൊക്കെ സഹിച്ചു നിൽക്കി. ഏതിനെ ചായം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അടുത്ത ദിവസം ഈശ്വരൻ നേരെ ഏറ്റവും ജോലി ചെയ്യുന്ന കടയിലേക്ക് ചെല്ലും. അതിനുശേഷം അവനും സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തോണ്ട് ഇവളൊന്ന് വിഷമിക്കേണ്ടെന്ന് പറയും. കാരണം എന്തായാലും അവന് സ്കൂളിൽ പോകാനൊന്നും ആഗ്രഹമില്ല. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഇവളോട് പറയുമ്പോൾ ഇവൾ ഇവിടെ നിന്ന് പൈസ എടുത്തിട്ട് ഇവൻ തന്ന പൈസ ഇവളിപ്പോ തിരിച്ചു തരുവാന്ന് പറയും. അപ്പോഴാണ് അവനും ഓ എനിക്കൊന്നും ഇത് വേണ്ട. എന്നിട്ട് അവന് വാങ്ങിക്കാതിരിക്കുമ്പോൾ ഇവളിപ്പോ ഇത് വാങ്ങിച്ചില്ല, നമ്മൾ തമ്മിൽ വീണ്ടും മിണ്ടത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവനെ നൈസിനെ വാങ്ങിച്ചു വെച്ചിട്ട് ശരി എന്നാ
എങ്കിൽ പിന്നെ ഞാനിപ്പം നിനക്ക് ഈ പൈസ തരാം. ഇത് അന്ന് നിന്റെ അമ്മൂമ്മയുടെ പൈസ എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാ. ഇതിപ്പോ നീ വാങ്ങിച്ചില്ല, പിന്നെ ഞാൻ നിന്റെ അടുത്ത് മിണ്ടത്തില്ല. എന്നിന് ഇവനും അവളുടെ പൈസയും കൊടുക്കും. അതിനുശേഷം അവനും ഇവന്റെ ഒരു ഫോൺ നമ്പർ എടുത്തിട്ട് ഇനി ഇവൾ ആരെയൊക്കെ ഉപദ്രവിക്കാൻ വരുവാണ് ഇവൻ അപ്പം തന്നെ ഫോൺ വിളിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചതിന് ശേഷം അന്ന് രാത്രി ഈശനാണ് ഇവന്റെ അതേ ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ലവ് ലെറ്റർ കണ്ടിട്ട് ഇവനത് വീട്ടിൽ വെച്ച് വീണ്ടും ഒട്ടിച്ചോണ്ടിരിക്കും. അങ്ങനെ അവനത് വായിച്ചു നോക്കുമ്പോഴാണ് സത്യത്തി ഇവനെ ഇത് ലെറ്റർ പോലെയാണ് ആ ലെറ്റർ ഉള്ളത്. അങ്ങനെ അതൊക്കെ അവൻ വായിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതേ സമയത്ത് ഹേറ്റങ്ങും അവന്റെ ഫോൺ നമ്പർ ഒക്കെ തന്നുകൊണ്ട് ഇവളിപ്പോ അത് നോക്കി അവനോട് ഒരു ചെറിയ ഫീലിങ്സ് ഒക്കെ വന്നു തുടങ്ങും. അതേസമയം ഇവിടെ 2026 ഇവളെ ലെറ്റർ എന്ന കാര്യമൊക്കെ അവളുടെ കൂട്ടുകാരോട് കാണിക്കും. അപ്പോഴാണ് അവളാണ് ഇത് വായിച്ചു നോക്കിയിട്ട് എന്റെ അമ്മോ ഇതൊരു സൂസൈഡ് ലെറ്റർ ആണല്ലോ, ഇതെന്തിനാണ് നീ എനിക്ക് കാണിക്കുന്നത്, കൂടാതെ ഹേറ്റങ്ങിന് പേരിലല്ലോ നേക്കുന്നത്, അത് നീ ഒന്നല്ലല്ലോ എന്നെ കൂട്ടുകാർ പറയുമ്പോഴാണ് അവളും എടി അതല്ലടി എന്റെ അച്ഛൻ വെച്ചിരുന്ന ലെറ്ററിനകത്തും ഈ ഹേറ്റ് എന്ന പേര് ഒരു ലെറ്റർ ഇരിപ്പുണ്ട്, ഈ രണ്ടുപേരും ഒന്ന് തന്നെ, കൂടാതെ ഹാൻഡ് റൈറ്റിംഗും സെയിം. അതുകൊണ്ട് ഈ ലെറ്റർ തീർച്ചയായിട്ടും എന്റെ അച്ഛനെ അറിയാവുന്ന ഒരു ഹേറ്റ് അങ്ങ് അയച്ചേക്കുന്നത്, അതും 1991 ഇരുന്ന്. എന്നിന് ഇവൾ പറയുമ്പം കൂട്ടുകാരി ഒന്നും വിശ്വസിക്കാൻ പറ്റാതെ ചുമ്മാതെ ഞാൻ പ്രഗ്നന്റ് നീ പേടിപ്പിക്കില്ലെന്നറിഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവളും നേരെ അവളുടെ അച്ഛനെ കണ്ടെത്താൻ വേണ്ടി അവളുടെ അച്ഛൻ ടിക്കറ്റ് വാങ്ങിച്ചു വെച്ചിരുന്ന ആ പൂഷ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലും. അതിനുശേഷം അവിടെ ഹേറ്റങ് ആരിലൊക്കെ അറിയാമെന്നറിഞ്ഞ് ഇവൾ ഇൻഫോർമേഷനെ കളക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഓഫീസറും ഇവൾ ഹേറ്റങ്ങിന്റെ ആരാന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഹേറ്റങ് എന്റെ ഒരു ആന്റിയാന്ന് പറഞ്ഞിട്ട് ഇവൾ ഇൻഫോർമേഷനെ കളക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവരങ്ങനെ ചുമ്മാ തരാൻ പറ്റത്തില്ല, ഇവളുടെ ID കാർഡ് കാണിച്ചാലേ തരാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അതുകൊണ്ട് അവളും എങ്കിൽ പിന്നെ ഞാൻ പിന്നരാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവൾ പോയി അടുത്ത സെക്കൻഡ് തന്നെ ഹേറ്റങ്ങിന്റെ മകൻ അവിടേക്ക് വന്നിട്ട് അവന്റെ അമ്മയെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ ഇവളും അവളുടെ കൂട്ടുകാരോട് ഇൻഫോർമേഷൻ ഒന്നും കളക്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇവൾ അവിടെ നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഇവിടുത്തെ ഓഫീസർ ഇവനോട് ഈ ഹേറ്റ് എന്ന് പറഞ്ഞ ഒരാളെ ഇപ്പൊ വന്ന പെങ്കൊച്ച് അന്വേഷിച്ചിട്ട് പോയെന്ന് പറയും. അതോടെ അവനാണ് എന്റെ അമ്മയെ കുറിച്ച് അന്വേഷിച്ചെന്ന് പറഞ്ഞിട്ട് അവൻ അപ്പൊ തന്നെ അവളെ ഫോളോ ചെയ്തു പോകും. അങ്ങനെ അവൻ എന്റെ അമ്മയെ കുറിച്ച് അന്വേഷിക്കാൻ നീ ആരാന്ന് പറഞ്ഞ് ഇപ്പൊ ഇവളോട് ചോദിക്കുമ്പോൾ അവൾ നീയാണ് ഹേറ്റിങ്ങിന്റെ മകൻ എന്ന് പറഞ്ഞിട്ട് ഇവന്റെ അമ്മ ഇപ്പൊ എവിടാന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും എന്റെ അമ്മ അവിടെ നിന്ന് എന്നോട് ചോദിക്കുന്നു, സത്യം പറഞ്ഞ് എന്റെ അമ്മ എവിടെ വെച്ചേക്കുന്നത്. എന്നിട്ട് ഇവന് പോലീസിനോട് വിളിച്ചോണ്ട് പോകുമ്പോൾ അവളാണ് എനിക്ക് നിന്റെ അമ്മയുടെ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞ് അവരെ ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി വന്നതെന്ന് പറയും. അതിനുശേഷം പോലീസും ഇനിയിപ്പോ ഇവന്റെ അമ്മ കാണാതെ പോയത് ഇവൾക്കൊല്ല ബന്ധമുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ അവൾ ഇവന്റെ അമ്മയൊന്നും അറിയത്തില്ല, അവളുടെ അച്ഛനെ കാണാതായതുകൊണ്ട് അവളുടെ അച്ഛനെ കണ്ടെത്താൻ വേണ്ടിയാ ഈ ഹേറ്റങ്ങിനെ അന്വേഷിച്ചു വന്നതെന്ന് പറയും. അതുകൊണ്ട് പോലീസാണ് ഇവളുടെ അച്ഛനെല്ലാം ഇവന്റെ അമ്മയ്ക്ക് പരിചയമുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ എനിക്ക് ആരാന്നോലും അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇവന്റെ അമ്മയെ കുറിച്ച് ഒരു പിടിയില്ലെന്ന് പറയും. അതോടെ അവളും ദേഷ്യത്തി സത്യം നിന്റെ അമ്മയാണോ അല്ലെ വേറെ വല്ലവരുടെ ആണെന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറയുമ്പോൾ അവന് കുറെ വർഷം അവന്റെ അച്ഛൻ്റെ കൂടെ വിദേശത്തായിരുന്നെന്ന് പറയും. കൂടാതെ അവൻ പെട്ടെന്ന് നോക്കിയപ്പോ ഇവന്റെ അമ്മയുടെ കാറ് ഒരു മലയുടെ മുകളിൽ കുറെ ദിവസങ്ങളായിട്ട് നിന്നോണ്ടിരിക്കുക. അങ്ങനെ അതിൽ തന്നെ ഇവനെന്തോ സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ പോലീസും ചിലപ്പോ നിങ്ങൾ രണ്ടുപേരും പേരൻസ് അറിയാതെല്ലാം മീറ്റ് ചെയ്യാൻ പോയി കാണുമെന്ന് പറഞ്ഞ് ഇവരൊന്നും കൂടെ വീട്ടിൽ ചെന്ന് ഫോൺ വിളിച്ചൊക്കെ നോക്കാൻ വേണ്ടി പറയും. എന്നിട്ട് അവനും നീ എന്തിനാ എന്റെ അമ്മയെ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞ് പുറത്ത് വെച്ച് അവളോട് ചോദിക്കുമ്പോൾ അവൾ സത്യത്തി നിന്റെ അമ്മയെ തന്നെയാണ് ഞാൻ അന്വേഷിക്കുന്നതെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഇവന്റെ വീട്ടിലേക്കൊന്ന് വരണമെന്ന് പറയും. അതിനുശേഷം അവനും അവന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകുമ്പോഴാണ് അവിടെ ഇവളുടെ അച്ഛൻ്റെ ഇരിക്കുന്ന പോലെ സെയിം ഒരു കുക്കീസിന്റെ ബോക്സ് ആണ്. അങ്ങനെ അവൾ ആൾക്കാർ ഇവനോട് അറിയുമ്പോൾ അവന് കുക്കീസിന്റെ ബോക്സ് ഉള്ളതുകൊണ്ട് ഇപ്പൊ എന്തോ കുഴപ്പമെന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കും. ഒരു ശിവൾ ഇങ്ങനത്തെ കഥകളൊക്കെ ഉണ്ടാക്കി ഇവന്റെ അമ്മയെ മറച്ചു വെച്ചേക്കാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൾ ഇതുവരെ എന്നെ വിശ്വസിച്ചില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ ഇവന്റെ അമ്മയുടെ ഒരു ഹാൻഡ് റൈറ്റിംഗ് ഇവളുടെ കാണിച്ചാൽ പ്രൂവ് ചെയ്ത് കാണിക്കാന്ന് പറയും. അതിനുശേഷം അവളെ ലെറ്ററും ഇവന്റെ അമ്മയുടെ ഹാൻഡ് റൈറ്റിംഗ് കാണിച്ചിട്ട് ഇത് ഇവന്റെ അമ്മയുടെ അതേ ഹാൻഡ് റൈറ്റിംഗ് ആന്ന് പറഞ്ഞ് അവള് പ്രൂവ് ചെയ്ത് കാണിക്കുമ്പോൾ അവൻ ഇവള് പറയുന്ന ഒന്നും വിശ്വസിക്കാതെ ഇവന്റെ അമ്മ ഇവൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞ് ഇവളെ തന്നെ അവൻ ചോദ്യം ചെയ്യും. അതുകൊണ്ട് അവളാണ് ഷോക്കായിട്ട് നിന്റെ അമ്മയെ ഞാൻ ഒന്ന് കിഡ്നാപ്പ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ വഴക്കാവും. അതേസമയം ഇവിടെ 1991 ഹേറ്റങ്ങാണ് ഇവള് മരിക്കാൻ പോവാന്ന് അവളുടെ അമ്മമ്മയ്ക്ക് എഴുതിയ ലെറ്റർ എടുക്കാൻ വേണ്ടി ഇവൾ ആ പോസ്റ്റ് ചെന്ന് നോക്കും. അപ്പോഴാണ് അവിടെ കുറെ ലെറ്റർ ആണ്, പക്ഷെ ഇവൾ എഴുതിയ ലെറ്റർ മാത്രം കാണത്തില്ല, കാരണം അതാണ് ഫ്യൂച്ചറിൽ ടൈം ട്രാവൽ ചെയ്ത് പോയേക്കുന്നത്. അതേസമയം ഇവിടെ ഗാവോടെ ആൾക്കാരും ചായ ഇവന്മാരെയൊക്കെ വിളിച്ചെടുത്തുമ്പോഴാണ് ചായാണ് അയാളോട് സോറി അയക്കും. ഗാവോ നിങ്ങളുടെ ആൾക്കാർ ഇവന്മാരെ അടിച്ചതൊക്കെ മണ്ടത്തരോ, അതിന് ഞാൻ സോറി പറയാം. എന്നിന് ഇവനും പറയുമ്പോൾ ഗാവോയാണ് ദേഷ്യത്തി അവന്റെ ആൾക്കാർ ചെന്ന് അടിച്ചിട്ടോണ്ടിരിക്കും. എനിക്കൊന്നും നിങ്ങളുടെ സോറി വേണ്ട, ഇവന്മാരൊക്കെ കൊച്ചു ഭയന്മാരുടെ അടി വാങ്ങിച്ചോണ്ടെന്നേക്കുന്നത്, നിനക്കൊക്കെ നാണില്ലടാ. എന്നിട്ട് അവന്റെ ആൾക്കാരെ കിട്ടടിച്ച് അവൻ പനിഷ്മെന്റ് എടുത്തോണ്ടിരിക്കും. കാരണം ഇതേപോലെ ഇപ്പൊ ചായ ഇവന്മാർ രണ്ടുപേരും കൂടെ അടിക്കണം. അതുകൊണ്ട് ഗാവോയും ഇപ്പൊ നീ നിന്റെ പിള്ളേരെ പഠിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവന് മനസ്സിലാതെ അവന്മാർ രണ്ടുപേരും പിടിച്ച് അടിച്ചിട്ടോണ്ടിരിക്കും. അങ്ങനെ ഇനി മേലെ പ്രശ്നം ഉണ്ടാക്കലെന്ന് അറിഞ്ഞിട്ട് ഇവൻ അവന്മാരിട്ട് അടിച്ചിടുമ്പോഴാണ് അതേസമയം ഹേറ്റങ്ങിന്റെ നമ്പറിലേക്ക് ഫോൺ വിളിച്ചോണ്ടിരിക്കും. പക്ഷെ ഇവനാണ് ഇപ്പൊ അവളുടെ ഫോൺ എടുക്കാൻ പറ്റത്തില്ല. അതേസമയം അവളുടെ അച്ഛനും നീ ആരെയാ വിളിക്കുന്ന മോളെ എന്ന് പറഞ്ഞിട്ട് ഇവളെ ഇപ്പൊ ഫോഴ്സ് ചെയ്ത് വീട്ടിലേക്ക് വിളിച്ചോണ്ടുപോകും.
അങ്ങനെ ഇനി മേലെ പ്രശ്നം ഉണ്ടാക്കലെന്ന് അറിഞ്ഞിട്ട് ഇവൻ അവന്മാരിട്ട് അടിച്ചിടുമ്പോഴാണ് അതേസമയം ഹേറ്റങ് ഇവന്റെ നമ്പറിലേക്ക് ഫോൺ വിളിച്ചോണ്ടിരിക്കും. പക്ഷെ ഇവനാണ് ഇപ്പോ അവളുടെ ഫോൺ എടുക്കാൻ പറ്റത്തില്ല. അതേസമയം അവളുടെ അച്ഛനും നീ ആരെയാ വിളിക്കുന്ന മോളെ എന്ന് പറഞ്ഞിട്ട് ഇവളെ ഇപ്പൊ ഫോഴ്സ് ചെയ്ത് വീട്ടിലേക്ക് വിളിച്ചോണ്ടുപോകും. അതിനുശേഷം ചായും ഇവന്മാർ രണ്ടുപേരും അടിച്ചിട്ടിട്ട് ഇനി ഇവന്മാർ ഇതുപോലും തെറ്റിയത്തില്ലെന്ന് പറഞ്ഞ് ആ ഗാവയെ പ്രശ്നം മറക്കാൻ വേണ്ടി പറയും. അപ്പനാണ് ഗാവയും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ കഴിഞ്ഞ്, പക്ഷെ നമ്മൾ തമ്മിലുള്ള പ്രശ്നമോ എന്റെ കൂട്ടാളിയുടെ ഒരു കാല് ഇവന്മാര് കാരണം ഒടിഞ്ഞുപോയി. അതുകൊണ്ട് നീ ഇപ്പൊ ഇവന്മാരുടെ കാല് തല്ലി ഓടിക്കണം, എന്നാലേ നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീരത്തുള്ളൂ എന്നിനെ ഗാവയും പറഞ്ഞിട്ട് പോകുമ്പം ചായ ഇത് കാരണം ഇവരായിട്ടൊക്കെ പ്രശ്നം ഉണ്ടാക്കലെന്ന് വിചാരിച്ചോണ്ട് അവന്മാരെ നോക്കി ഇങ്ങനെ കമ്പി എടുത്തോണ്ട് അടിക്കാൻ വേണ്ടി നിൽക്കും. പക്ഷെ അവനാണ് മനസ്സൊരുത്തില്ല. അതുകൊണ്ട് ഗാവയെ നോക്കി നിനക്ക് ഞാൻ 10,000 തരാന്ന് പറഞ്ഞ് ഇവൻ സേവ് ചെയ്ത് എല്ലാ പൈസയും കൊടുക്കാൻ തീരുമാനിക്കും. അതോടെ ഗാവയും എങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നം സോൾവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ 8,000 മതിയെന്ന് പറയും. അങ്ങനെ ബോട്ട് വാങ്ങിക്കാൻ വെച്ചെന്ന പൈസ എല്ലാം ഇപ്പൊ മൊത്തത്തിൽ ഇല്ലാതായി പോയി. ഇതേ സമയം വീട്ടിലേക്ക് വിളിച്ചോണ്ടെന്ന ഹേറ്റാങ്ങിന്റെ അച്ഛനാണ് അവന്റെ ഇപ്പൊ പൈസ ഇല്ലാത്തോണ്ട് ഈ വീട് വിൽക്കാൻ തന്നെ തീരുമാനിച്ച്. അങ്ങനെ അതുകൊണ്ട് നൈസിന് ഈ വീടിന്റെ സ്വത്തൊക്കെ എടുത്ത് ഇവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ഇവളാണിത് മനസ്സിലാക്കി അവളുടെ അച്ഛനെ തടഞ്ഞിർത്തും. അപ്പോഴാണ് അവളുടെ അച്ഛനാണ് നീ എന്നെ തടയാറായെന്ന് പറഞ്ഞിട്ട് അവളെ വീണ്ടും ഉപദ്രവിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ ഗാവും നമ്മൾ തമ്മിലുള്ള ഭക്ഷണം കഴിഞ്ഞ് പക്ഷെ പിള്ളേർക്ക് ഇപ്പോഴും ദേഷ്യമുണ്ട് മോനെന്ന് പറഞ്ഞ് അവന്മാരെ കൊണ്ട് ഇവരിൽ അടിച്ചിടാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം ചായും അവന്മാർ രണ്ടുപേർക്ക് അടിയിട്ട സ്ഥിതിക്ക് എല്ലാ അടി അവൻ തന്നെ വാങ്ങിച്ചോണ്ടിരിക്കും. ഇതേ സമയം തന്നെ ഇവളുടെ അച്ഛൻ ഇവളെ കുറേയിട്ട് അടിച്ചിട്ട് മര്യാദയ്ക്ക് വീടിന്റെ പത്രമല്ല എന്റെ താടി നിറഞ്ഞ് ഇവളെ പേടിപ്പിക്കുമ്പം അവള് വീട് നിങ്ങളുടെ ഒന്നല്ല എന്റെ അമ്മൂമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാന്ന് അറിയും. അങ്ങനെ അത് ഒരിക്കലും തരത്തിലെന്ന് പറയുമ്പം ഇവളുടെ അച്ഛൻ അതും കേൾക്കാതെ ഇവളിട്ട് അടിച്ചോണ്ടിരിക്കും. അങ്ങനെ ഈശന്റെ കൂട്ടുകാരനും നടക്കാൻ പറ്റാതെ അവന്റെ ലൈനെ കാണാൻ ചെല്ലുമ്പോഴാണ് അവളാണ് ഇവനെ കണ്ട് പേടിച്ചിട്ട് ഇവൻ ഇത് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് അവൾ ആശുപത്രിയിലേക്ക് വിളിച്ചോണ്ടോന്ന് പറയും. അപ്പോഴാണ് അവനും എനിക്കൊന്നും കുഴപ്പമില്ല, ഞാൻ ജീവനോടുള്ളവർ നിന്റെ കൂടെ കാണത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ വിഷമിച്ച് ഫീൽ ചെയ്തോണ്ടിരിക്കും. അതേസമയം രാത്രി ഹെയ്റ്റങ്ങും അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തോണ്ട് ഇപ്പൊ ഈശോന്റെ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവന്റെ വീടിന്റെ വാതിൽ ചോരയൊക്കെയുള്ള അവള് കാണുന്നത്. അതുകൊണ്ട് അവളാണ് പേടിച്ചിട്ട് അവനെ ശബ്ദത്തിൽ പുറത്തേക്ക് വരാൻ വിളിക്കുമ്പോഴാണ് അതേസമയം അവിടേക്ക് വരുന്ന ഈശോനും ഞാൻ വീടിന്റെ അകത്തല്ല പുറത്താന്ന് പറഞ്ഞിട്ട് ഇവളെ വിളിക്കും. അതോടെ ഇവളും പേടിച്ച് അടുത്തേക്ക് ചെന്നിട്ട് ഈശോൻ നിനക്കിത് എന്തോ പറ്റി, ആ ഗാവോട് ആൾക്കാരൊക്കെ നിങ്ങളുടെ കടയൊന്ന് പ്രശ്നം ഉണ്ടാക്കി അറിഞ്ഞായിരുന്നില്ല, കൂടാതെ നിന്റെ വീടിന്റെ അവിടെയും ചോരയൊക്കെ ഉണ്ടായിരുന്നു, നിനക്കൊല്ലം പറ്റിയോ എന്ന് ഇവളും ചോദിക്കുമ്പോൾ അവന് സന്തോഷത്തി ആദ്യമായിട്ട് എന്നെ കുറിച്ച് ഒരാളിങ്ങനെ കെയർ ചെയ്യുന്നെന്ന് പറഞ്ഞ് ഇവളെ വീട്ടിലേക്ക് വിളിച്ചോണ്ടായിട്ട് അവന് മുറിവിനൊക്കെ മരുന്നിട്ടോണ്ടിരിക്കും. അങ്ങനെ ആ ഒരു നിമിഷത്തിൽ തന്നെ ഇവൻ അവളോട് ഇഷ്ടമാകും. അപ്പനാണ് ഇവളുടെ കയ്യിലെ മുറിവെ കണ്ടിട്ട് നിന്റെ അച്ഛൻ നിന്നെ വീണ്ടിട്ട് അടിച്ചോന്നറിഞ്ഞ് അവളോട് ചോദിക്കും. അപ്പനാണ് അവളും അതൊന്നും കുഴപ്പമില്ല, ഇനിയിപ്പോ ഇവനിങ്ങനെ അടി ഉണ്ടായിക്കൊണ്ടിരുന്ന ഇവന് സ്കൂളിലൊന്നും പോകാൻ താല്പര്യമില്ലെന്ന് ചോദിക്കും. അപ്പനാണ് പെട്ടെന്ന് അവനും ഇവളോട് സോറി പറഞ്ഞിട്ട് അവന് സ്കൂളിൽ വരാൻ ആഗ്രഹം പറയും. അതിനുശേഷം ഇവളുടെ അച്ഛൻ എന്തിനാ ഇവളെ വീണ്ടും ഉപദേശം ചോദിക്കുമ്പോൾ അവൾ തിരിച്ചൊന്നും പറയാതെ ഇവന്റെ വേദന മാറുന്നവരെ കെട്ടെന്ന് അഴിക്കണം എന്നറിഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അവൾ പോയ അടുത്ത സെക്കൻഡ് തന്നെ ഈശു നേരെ അവളുടെ അച്ഛനെ കാണാൻ വേണ്ടി വരും. അയാൾ എപ്പോഴും ചൂതാടുന്നതാണ് പരിപാടി. അങ്ങനെ ഇത് കണ്ട് ഇവനാണ് അടുത്തേക്ക് വന്നിട്ട് കളിക്കറിയാതെ ഇയാളൊക്കെ എന്തിനാണ് ഇവിടെ ഒന്ന് പണി നോക്കുന്നതെന്ന് പറഞ്ഞ് അവൻ അടുത്തിരുന്ന് കളിയാക്കുമ്പം അയാൾ ഇവനെ കണ്ടങ്ങ് പേടിച്ചു പോകും. അപ്പനാണ് അവനും കുറെ ജയിച്ചെന്ന് തോന്നില്ല, എങ്കിൽ പിന്നെ നീ കടം വാങ്ങിച്ച പൈസ ഞാൻ ഇതിൽ നിന്ന് എടുത്തോളാം, അല്ലെങ്കിൽ ഗാവോ നേരെ നിന്റെ വീട്ടിൽ തന്നെ വരും എന്ന് ഇവനെ പേടിപ്പിക്കുമ്പം അയാളും പേടിച്ചിട്ട് നമ്മൾ തമ്മിൽ അഗ്രിമെന്റ് ചെയ്തിട്ടില്ല, ഇനി ഞാൻ അടുത്ത മാസം തന്നെ പൈസ എല്ലാം തിരിച്ചെന്നേക്കാം, പ്ലീസ് ഗാവയോട് ഈ കാര്യം ഒന്നും പറയില്ല എന്ന് ഇയാൾ പേടിപ്പിക്കുമ്പോഴാണ് അവനും എടാ നിനക്ക് നാണില്ല, നീ ഞങ്ങളുടെ പ്രിൻസിപ്പളുടെ തന്നെ പൈസ അടിച്ചു മാറ്റി, അതിന്റെ കണക്കായതേ ഉള്ളൂ, ഇനിയിപ്പോ ഗാവോടെ പൈസ ആര് തരും, നിനക്ക് നിന്റെ ജീവനെ ഓർത്ത് പേടിയുണ്ട്, ഇനി മേലെ ഹേറ്റങ്ങിനെല്ലാം ചെയ്തല്ല ഞാൻ ഇവിടെയൊക്കെ നിന്നെ പ്രതികാരം ചെയ്യും എന്നിന് അവനും പറഞ്ഞിട്ട് പോയതോടെ ഇവിടെ ഇയാൾ മൊത്തത്തിൽ പേടിച്ചു പോയിരിക്കും. അതിനുശേഷം അന്ന് രാത്രി തന്നെ അവളുടെ അച്ഛനും ഇനി ഇവിടെ ഇരുന്ന സീനാന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കും. അതേസമയം ഇതെല്ലാം ഹേറ്റൻ കണ്ടോണ്ടിരിക്കുക. എന്നിട്ട് അടുത്ത ദിവസം ഇവളും സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് അതേസമയം ഇവളെ കാണാൻ വേണ്ടി ഈശ്വനും വരും. അങ്ങനെ അവൻ ഇവൾ കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരുമ്പം ഇവൾ ഈ മഴയത്ത് ഇവ റെസ്റ്റ് എടുക്കുക എന്തിനാ ഇവിടേക്ക് വന്നേം ചോദിക്കും. അപ്പോഴാണ് അവനും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാൻ പോയപ്പോ നിനക്കും കൂടെ വാങ്ങിച്ചെന്നേ ഉള്ളു, പിന്നെ ഈ മരുന്നിന്റെ മുറിവിനകത്തൊക്കെ അപ്ലൈ ചെയ്താൽ നിന്റെ പാടെല്ലാം കൂടെ പോകും എന്നിന് അവന് മരുന്ന് കൊടുക്കുമ്പോൾ അവളും കുറച്ച് ഇമോഷണൽ ആയിരിക്കും. അപ്പോഴാണ് അവനും ഇന്നലെ ഫോൺ എടുക്കാത്തതിന് ഇവളോട് സോറി പറഞ്ഞിട്ട് ഇനി ഇതേപോലെ സംഭവിക്കത്തില്ലെന്ന് പറയും. അതിനുശേഷം ഇവൾ എന്തിനാ ഇന്നലെ ഫോൺ വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ അവൾ ഈ കാര്യം നിന്നോട് മാത്രമേ പറയുന്നുള്ളൂ, നീ വേറെ ആരോടും പറയില്ലെന്ന് പറഞ്ഞിട്ട് അന്ന് ഇവള് മരിക്കാൻ പോവാന്ന് ഇവളുടെ അമ്മമ്മയ്ക്ക് എഴുതിയ ലെറ്റർ ആ പോസ്റ്റിൽ നിന്ന് കാണാതായി പോയെന്ന് പറയും. അങ്ങനെ അത് അവിടുത്തെ ഓണർ എടുത്തില്ല, ഇവളെ എടുത്തില്ല, പിന്നെ ലോക്ക് ഇട്ടിരുന്ന സാധനം എവിടെ പോയെന്ന് അറിഞ്ഞ് ഇവൾ ആ കാര്യമൊക്കെ ഇവനോട് പറയും. അപ്പോഴാണ് അവനത് കേട്ടിട്ട് അതിനിപ്പോ എന്തുവാ, അതത്രല്ലേ പ്രധാനപ്പെട്ട ലെറ്റർ ഒന്നല്ലല്ലോ, അത് പോന്നേ പോയിക്കോട്ടെ, വേറെ ആരെങ്കിലും എടുത്തു കാണും എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും അല്ല അതാ ഞാൻ പറഞ്ഞ് എന്റെ ലെറ്ററിന്റെ കൂടെ തന്നെ കുറെ ലെറ്റർ ഉണ്ട്, പക്ഷെ എന്റെ ലെറ്റർ മാത്രമേ കാണാതായി പോയുള്ളൂ, ഞാൻ ഓണറിനോട് ചോദിച്ചപ്പോഴും ആ പോസ്റ്റിന്റെ അടുത്ത് വേറെ ആരും വന്നില്ല, അതിന്റെ താക്കോലും എന്റെ അടുത്തുള്ള, ഞാൻ വിചാരിക്കുന്നത് ആരാണ്ട് മനഃപൂർവ്വം എന്റെ ഈ സൂസൈഡ് ലെറ്റർ എടുത്തിട്ട് നീ അയച്ചായിട്ട് ഒരു ലവ് ലെറ്റർ വെച്ചാന്ന്, പക്ഷെ അതെങ്ങനാന്നാ എനിക്കൊരു മിടിയും കിട്ടാത്ത എന്നിന് ഇവള് സംശയിക്കുമ്പോഴാണ് അവനും എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, സ്കൂൾ കഴിഞ്ഞിട്ട് രാത്രി
രാത്രി ഞാൻ നിനക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാം. രണ്ടുപേരും ഈ പണി ആരാ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് ഇവന് സ്കൂൾ കഴിഞ്ഞ് അവിടേക്ക് വരാൻ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതേസമയം ടീച്ചറും ചാടക്കടയിൽ വന്ന് അവന്മാര് പ്രശ്നം ഉണ്ടാക്കി അറിഞ്ഞിട്ട് ഇപ്പൊ അവിടേക്കൊന്ന് നോക്കുമ്പോഴാണ് ഇവിടെ അവന്മാര് സാധനങ്ങളെല്ലാം തള്ളി പൊളിച്ച് ഇവരുടെ ബിസിനസ് തന്നെ ഇല്ലാതായി കാണും. അതിനുശേഷം ടീച്ചറും ഈശ്വൻ എന്തെന്ന് അറിഞ്ഞ് ഇപ്പൊ ഇവനോട് ചോദിക്കുമ്പം ചായും അവനിപ്പോ ഇവിടെ ഇല്ലെന്നറിയും. കൂടാതെ അവനെ കുറിച്ചൊന്നും പേടിക്കണ്ട, അവനൊന്നും പറ്റാതെ ഇവൻ ഇന്നലെ നോക്കിയാലെന്ന് അറിയും. അപ്പനാണ് ഇത് കണ്ട് ടീച്ചറും ചായനോർത്ത് വിഷമിച്ചിട്ട് തിരിച്ചൊന്നും പറയാതെ അവിടെ നിന്ന് പോകും. കാരണം ഇവർ തമ്മിൽ വഴക്കം നടന്ന് ഇപ്പൊ ബ്രേക്കപ്പ് ആയിരിക്കുക. അതിനുശേഷം ഇവിടെ സ്കൂളിലും ആ ഷെന്നാണ് ഇനി തൊട്ട് ഈശ്വൻ ഇല്ലാത്തോണ്ട് നമുക്ക് മൊത്തത്തിൽ ഫ്രീഡം എന്നറിഞ്ഞ് അവന് സന്തോഷത്തിരിക്കും. കാരണം ഇവൻ ഈശ്വൻ അത്രയ്ക്കും പേടിയായിരുന്നു. അതിനുശേഷം ഇവിടെ ഈശ്വൻ അവന്റെ കൂട്ടുകാരനും കൂടെ ഞങ്ങൾ അടിയുണ്ടാക്കിയതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചെന്നറിഞ്ഞ് ആ ബോട്ടിന്റെ പൈസ എല്ലാം പോയി ഇപ്പൊ ചായനോട് സോറി പറയും. അപ്പനാണ് ചായം അതൊന്നും കുഴപ്പമില്ലടാ, ഭാഗ്യത്തിന് നമ്മൾ ജീവനോടെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾ ഇതൊക്കെ മറന്നാളാ എന്നിന് അവനും പറയുമ്പം ഇവർ രണ്ടുപേരും എന്തായാലും അതിനുള്ള പൈസയൊക്കെ ഞങ്ങൾ വീണ്ടും കഷ്ടപ്പെട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞ് ചായനെ സമാധാനപ്പെടുത്താൻ നോക്കുമ്പം അവനാണ് എനിക്കിപ്പോ സമാധാനം വേണമെന്ന് പറഞ്ഞ് ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവർ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറയും. അതിനുശേഷം ഈശ്വരനെ നോക്കി ഇവന് സ്കൂളിൽ പോകാൻ താല്പര്യമുണ്ട്, തീർച്ചയായിട്ടും സ്കൂളിൽ പോകാൻ പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് കയറി പോകും. അതിനുശേഷം വൈകിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ ഹേറ്റങ്ങിന് ഈശ്വരനെ കാണാൻ വേണ്ടി വരുമ്പോഴാണ് അവൻ ഈ പോസ്റ്റ് എങ്ങനെ എവിടെ നിന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കും. അപ്പോഴാണ് അവളും അപ്രതീക്ഷിതമായി ഇത് പെട്ടെന്ന് ഇങ്ങനെ വന്നയാന്ന് പറഞ്ഞിട്ട് ഇവനോട് ആ കാര്യമൊക്കെ പറയുമ്പം അവനെങ്കിൽ പിന്നെ ഇതിരിക്കുന്ന ലെറ്ററൊക്കെ ഇവര് പോസ്റ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പോഴാണ് അവളും ഇത് പോസ്റ്റും ചെയ്യത്തില്ല, ഒരു പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ ചുമ്മാ അച്ഛന്നേ ഉള്ളു, നമ്മുടെ ഫ്യൂച്ചർ സെൽഫിന് നമ്മൾ എഴുതുന്നതായിട്ട്. നീ എഴുതിയെന്ന് പറഞ്ഞ ലവ് ലെറ്ററും എനിക്ക് ഇവിടെ നിന്നാ കിട്ടിയ എന്നിന് ഇവളും പറയുമ്പോഴാണ് അവൻ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതെന്തായാലും ലോക്ക് പിടിച്ചിട്ട് എടുക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ ആരെങ്കിലൊക്കെ അകത്ത് കമ്പെല്ലാം ഇട്ട് എടുത്താലേ ഉള്ളു, ഒരേശം നിന്റെ ഓണർ എല്ലാം ആണോ എന്നിന് ഇവൻ ചോദിക്കുമ്പം എന്റെ ഓണർ എന്തിനാ ലവ് ലെറ്ററൊക്കെ നിന്റെ പേര് എന്ന് പറഞ്ഞ് ഇവനെ മിണ്ടായിരിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും എന്നാലും ഇതാരായിരിക്കും ചെയ്ത, മിക്കവാറും നമ്മളെ വെറുക്കുന്ന ആരെയിലൊക്കെ ആയിരിക്കും. എന്നിന് അവന് രാത്രി ഒരു ലെറ്റർ ഇവൾ അയക്കാൻ പറഞ്ഞിട്ട് ഈ ലെറ്റർ ആരെങ്കിലും എടുക്കണമെന്ന് നമുക്ക് നോക്കാന്ന് പറഞ്ഞ് ഇവരങ്ങോട്ടേ ചെന്ന് ഒളിഞ്ഞിരിക്കും. അതിനുശേഷം അവനും എല്ലാവരും നമ്മളെ പറ്റിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടേക്കുവാണ്, മിക്കവാറും അവൻ ഇപ്പോഴും വരുമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആരെയിലൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. പക്ഷെ കുറെ സമയമായിട്ടും ആ ലെറ്റർ എടുക്കാൻ വേണ്ടി ആരും തന്നെ വരത്തില്ല. അതിനുശേഷം അവസാനം ഹേറ്റങ്ങ് ഉറങ്ങി ഇവന്റെ ഷോൾഡറിൽ തന്നെ ചാഞ്ഞു വീഴുമ്പം അവന് ചെറുതായിട്ടൊന്ന് നാണിച്ചിട്ട് അകത്തിങ്ങനെ സന്തോഷിച്ചിരിക്കും. അതിനുശേഷം അവളും പതി ഉറക്കത്തിൽ നേരിട്ടിട്ട് ഇപ്പൊ എത്ര സമയം എന്ന് പറഞ്ഞ് ഇവനോട് ഇരിക്കുമ്പം അവൻ എനിക്കൊന്നും അറിയത്തില്ല, പക്ഷെ ഇന്നെ കുറക്കം വരുവാണ്, നീ വീട്ടിൽ ചെന്ന് ഉറങ്ങിക്കോന്ന് പറഞ്ഞിട്ട് ഇവളെ പറഞ്ഞേക്കാൻ നോക്കും. അപ്പോഴാണ് അവളാണ് എങ്കിൽ പിന്നെ നീയും പോയി കടന്നോന്ന് പറഞ്ഞിട്ട് വെറുതെ മഴ വല്ലതും വന്ന ഇവന്റെ മുറിവിന് അതൊക്കെ ഡേഞ്ചറാന്ന് പറയും. പക്ഷെ അവനാണ് ഇതൊക്കെ എന്ന് മുറിവെന്ന് പറഞ്ഞ് അവൾക്ക് സ്കൂളിലുള്ളതുകൊണ്ട് ഇവളെ പോയിക്കോളാൻ പറയുമ്പം അവള് ഞാൻ പോവാണ് നീയും വരുമെന്ന് പറഞ്ഞിട്ട് ഇവനെ ഫോഴ്സ് ചെയ്ത് വിളിക്കും. അതിനുശേഷം അവര് നാളെ വന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് അവരിപ്പോ ഒരുമിച്ച് വീട്ടിലേക്ക് അങ്ങ് പോകും. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ ഹേറ്റങ്ങും ഇന്നലെ ഇവൻ ഫുഡ് വാങ്ങിച്ചോണ്ടെന്നുണ്ട് ഇവളെ നേരത്തെ തന്നെ അവനായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചെല്ലും. അതോടെ അവനാണ് സന്തോഷത്തി അത് വാങ്ങിച്ചു വയ്ക്കുമ്പം ഇവളെ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ജോലി ചെയ്യുന്ന കട വെച്ച് കാണാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടിപ്പോകും. അതിനെ ശിവനെ സന്തോഷത്തി അത് കഴിക്കാൻ വേണ്ടി പോകും. അതിനുശേഷം ഇവിടെ ഏറ്റവും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ ഷെന്നി വരെ കളിയായിക്കൊണ്ട് ഇവള് ഈശ്വനും കൂടെ കിസ് എന്നെല്ലാം വരച്ചു വെച്ചേക്കും. അങ്ങനെ അവനും ഈ തീരാത്ത പ്രണയത്തിന് ആരേലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നറിഞ്ഞ് അവളെ അവിടെ നിന്ന് കളിയായിക്കൊണ്ടിരിക്കുമ്പം ഏറ്റവും ഇതൊന്നും കണക്കെടുക്കത്തില്ല. പക്ഷെ അവളുടെ കൂട്ടുകാരി ഇത് കണ്ടിട്ട് ഇവര് പറയുന്നത് കാര്യമായിട്ട് എടുക്കണം എന്നറിഞ്ഞ് അവളെ സമാനപ്പെടുത്തും. അതേസമയം ഇവിടെ വൈകിട്ട് വരെ ഈശ്വന പോസ്റ്റിന്റെ അടുത്തിരിക്കുമ്പോഴാണ് മറ്റേ ഗാവോടെ ആൾക്കാരാണ് അവിടേക്ക് വന്നിട്ട് എടാ കൊച്ചാർക്ക് എന്തോടെ ഇവിടെ ചെയ്യുന്നത്, ഇപ്പൊ നിനക്ക് പണിയൊന്നുമില്ലേ, അയ്യോ പാവം കഷ്ടപ്പെടറ അല്ലെങ്കിൽ പട്ടിണി അടക്കും എന്നിന് അവന്മാർ ഇവനെ കളിയാക്കിയിട്ട് പോകുമ്പം ഇവരെ മൈൻഡ് ചെയ്യാതിരിക്കും. അങ്ങനെ ഒരു 3 ദിവസത്തിന് ശേഷം ഇവരയച്ച MT ലെറ്റർ എടുത്ത് നോക്കുമ്പോഴാണ് ഇതുവരെ ആരും ഈ ലെറ്റർ ഒന്നും എടുക്കാത്തോണ്ട് മിക്കവാറും ഇനിയും വരത്തില്ലെന്ന് ഇവർ തീരുമാനിക്കും. അപ്പോഴാണ് ഈശ്വനും എന്നാൽ ആരായിരിക്കും നിന്റെ ലെറ്റർ എടുത്തോണ്ട് പോയിട്ട് ഞാൻ ഇത് ലവ് ലെറ്റർ ഒക്കെ വെച്ചിട്ട് പോയ എന്നിന് അവനെ ആലോചിച്ചോണ്ട് ഇവൾ കഴിക്കാൻ വേണ്ടി പുതിയതായിട്ട് ബ്രെഡൊക്കെ വാങ്ങിച്ചു കൊടുക്കും. കാരണം കഴിഞ്ഞ തവണ വാങ്ങിച്ചോണ്ട് പോയത് ഇവൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം അവൾ ഇപ്പൊ ഇത് കഴിച്ചു നോക്കിയിട്ട് ഇത് കൊള്ളാന്ന് പറയുമ്പം അവന് സന്തോഷത്തി ഞാനും പരിസ്ഥിതിയെ കണ്ടിട്ടുണ്ട്, മിക്കവാറും നല്ല സാധനമായിരിക്കുമെന്ന് അവനിങ്ങനെ പറയും. അപ്പോഴാണ് ഇവള് മനസ്സിലാക്കുന്നത് അപ്പൊ ഇതുവരെ ഇവനും കഴിച്ചിട്ടില്ലെന്ന്, അതുകൊണ്ട് ഇവന് കുറച്ച് ഇപ്പൊ ഷെയർ എടുത്തിട്ട് ഇവനും കൂടെ കഴിക്കാൻ വേണ്ടി പറയും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ ഇരിക്കുമ്പോഴാണ് അവള് മറ്റേ ലവ് ലെറ്റർ കണ്ടിട്ട് സത്യത്തിൽ ലവ് ലെറ്റർ ആരെഴുതിയാണെങ്കിലും ഇതിനകത്ത് അവൾക്ക് സിൻസിയാരിറ്റി കാണാൻ പറ്റുന്ന പറയും. അതായത് ചുമ്മാ ഇവളെ കളിയാക്കാൻ വേണ്ടി ആരോ ഇങ്ങനെ ലവ് ലെറ്റർ എഴുതിയെന്നല്ല, കൂടെ ഇതിനകത്ത് കിടക്കുന്ന സ്റ്റാമ്പ് ഇവരുടെ കടയിലെ സ്റ്റാമ്പാന്ന് പറഞ്ഞു കൊടുക്കുമ്പം ഒരു അങ്ങനാണ് ഇവൾക്കറിയാവുന്ന ആരാണ്ട് ഒരാളാ ഈ കാര്യം ചെയ്തെന്ന് പറയും. അതോടെ ഈശ്വനാണ് ജലസായിട്ട് എങ്കിൽ പിന്നെ അവൻ ഇപ്പൊ തന്നെ കണ്ടെത്തണം. ഏതിന് അവൻ ഓടി പുറത്തേക്ക് ചെല്ലും. എന്നിട്ട് ഇവളെ സ്നേഹിക്കുന്ന ആരാന്നറിയാൻ വേണ്ടി അവന് തണുപ്പത്ത് ആ പോസ്റ്ററിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പം ഇവള് തണുക്കാതിരിക്കാൻ വേണ്ടി അവന്റെ കോട്ട് ഒരു കൊടുക്കും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഇവനെ തണുക്കുന്നില്ലെന്ന് ചോദിക്കുമ്പം അവന് ഞാൻ ബോക്സിംഗ് എന്നൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് എനിക്കൊന്നും തണുക്കത്തില്ലെന്ന് പറയും. ഇതോടെ അവളാണ് ബോക്സിംഗ് ആണോ അല്ലെ ചുമ്മാ അടി ഉണ്ടാക്കുവാണെന്ന് അറിഞ്ഞിട്ട് ഇവൻ ഇതിനും എങ്ങനെ ജീവിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും എന്റെ ജീവിതം അത്രയ്ക്ക് ഈസി ഒന്നല്ലായിരുന്നു,
ആയിരുന്നു. എനിക്ക് ജീവിക്കാൻ പൈസയില്ല, ഒരു വീടും ഇല്ല. അവസാനം ചായ എന്നെ കണ്ടിട്ട് എന്നെ ജോലിക്ക് ചേർത്ത. ഒരു ദിവസം ചായ കണ്ടില്ല, ഞാൻ പട്ടിണി കിടന്ന് മരിച്ചേനെ. എനിക്കിങ്ങനെ അടികൂടാമെന്ന് താല്പര്യമില്ല, പക്ഷെ എന്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി എന്ന് ഇവനും പറയുമ്പം അവളെ വിഷമിച്ചിട്ട് അവൾക്കത് മനസ്സിലാവുന്ന അറിയും. എന്നിട്ട് അവളും ഇനി ആ ലെറ്റർ എടുക്കാൻ ആരും വരത്തില്ലെന്ന് പറഞ്ഞ് ഇതോടെ ഇവർ ഫോളോ നിർത്താന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പം സ്കൂളിലേക്ക് വരുമ്പോ ഇവന്റെ മുടിയൊക്കെ നല്ലോണം കട്ട് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും നീ പറഞ്ഞിങ്ങനെ തീർച്ചയായിട്ടും വെട്ടാന്ന് പറഞ്ഞ് അവളെ നോക്കി പറയുമ്പം അവൾക്കാണെങ്കിൽ സന്തോഷമാകും. ഇതേ സമയം ഇവിടെ ലെറ്റർ കാണാതെ പോയ കാര്യം ആ സെക്യൂരിറ്റി അവളും കൂടെ ഇവനോട് പറയുമ്പോഴാണ് അവന് നിങ്ങൾ പറയുന്നൊക്കെ വിശ്വസിക്കാൻ ഞാൻ എന്തോ മണ്ടനാണെന്ന് അറിഞ്ഞിട്ട് അവൻ ആദ്യം വിശ്വസിക്കത്തില്ല. അപ്പോഴാണ് സെക്യൂരിറ്റി ഇവനോട് എന്റെ പൊന്നളിയ ഞങ്ങൾ പറയുന്നതൊക്കെ സത്യ, നിന്റെ അമ്മയുടെ പേരിൽ നിന്ന് ലെറ്റർ പെട്ടെന്ന് ഇവിടേക്ക് വന്ന് രാത്രി 12 മണിക്ക് ഇവളുടെ അച്ഛനും കാണാതായി പോയി. ആ സമയത്ത് ഒരു പൂച്ച ഈ പോസ്റ്റിന് മുകളിലൊക്കെ വന്ന് എന്തോ കുറെ സൗണ്ടൊക്കെ കേട്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ലെറ്റർ ഒക്കെ വന്ന് എന്നിന് ഇവരുടെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവനെങ്കിൽ പിന്നെ ഈ പോസ്റ്റ് എപ്പോഴാ ഇവിടേക്ക് വന്നേ ചോദിക്കും. അപ്പോഴാണ് സെക്യൂരിറ്റിയും ഞാനിവിടെ ജോലിക്ക് വന്നപ്പോൾ തൊട്ട് ഈ സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഈ കാര്യം വിശ്വസിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവൻ ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് പിന്നെ നിങ്ങൾ പറയുന്ന ആദ്യം ഇവളുടെ അച്ഛൻ അയച്ച ലെറ്റർ കാണാതെ പോയെന്ന്, അതിനുശേഷം എന്റെ അമ്മയുടെ പേരിൽ നിന്ന് ഒരു ലെറ്റർ വന്നെന്ന്, എങ്കിൽ പിന്നെ നമ്മൾ അറിയാതെ ആരാണ്ട് ഈ ലെറ്റർ എടുത്തിട്ട് ഈ ലെറ്റർ അയച്ചായിരിക്കും എന്ന് അവനും പറയുമ്പം അവർ രണ്ടുപേരും കൂടെ പക്ഷെ അതൊരു മനുഷ്യനല്ലെന്ന് ചെയ്ത തനിയെ ഈ ലെറ്റർ കാണാതെ പോയിട്ട് വേറൊരു ലെറ്റർ വന്നേന്നറിയും. പക്ഷെ അവസാനം വരെ ഇവനത് വിശ്വസിക്കാതിരിക്കുമ്പം പെട്ടെന്ന് ഇവർ ഫ്രണ്ട് ആ പൂച്ച പോസ്റ്റിന് മുകളിൽ അങ്ങ് ചാടിയിരിക്കും. അതോടെ ഇവനാണ് ഇത് കണ്ട് ഷോക്കായിരിക്കുമ്പം അതേസമയം അവർ രണ്ടുപേരും ഇതാ പൂച്ച എന്ന് പറഞ്ഞിട്ട് വേണം ഇപ്പൊ ഇവനെ പ്രൂവ് ചെയ്ത് തരാന്ന് പറഞ്ഞ് ഇവർക്കൊന്ന ഹേറ്റ് ആംഗിൾ ലെറ്റർ വീണ്ടും അയച്ചു കൊടുക്കും. അപ്പോഴാണ് അതേസമയം ഇവിടെ തിരിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഇവർ രണ്ടുപേർക്കും ആ പോസ്റ്റിനകത്ത് ലെറ്റർ വരുന്ന സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ ഇത് കണ്ട് ഇവരടുത്തേ ചെന്ന് അത് പോസ്റ്റ് ഇപ്പൊ ഒരു ലെറ്റർ കാണും. അങ്ങനെ അത് കണ്ട് ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് ഷോക്കാവും. അതോടെ അവർ രണ്ടുപേരും കൂടെയാണ് ഇത്ര സമയം ലെറ്റർ ഇല്ലാത്ത പെട്ടെന്ന് എങ്ങനെ വന്നേന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. അങ്ങനെ ഈശ്വനും ഇനി ഇതിന്റെ അകത്തും എല്ലാം മാജിക്കൽ നടക്കുന്നുണ്ടോന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് കയറി നോക്കുമ്പം അവിടെ ഒന്നും കാണത്തില്ല. പിന്നെ എങ്ങനെ പെട്ടെന്ന് ഈ ലെറ്റർ വന്നേന്ന് പറഞ്ഞ് ഇവരെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് ഇവള് മരിക്കാൻ പോയ സമയത്ത് എഴുതിയ ആ ലെറ്ററാന്ന് ഇവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് അവളും ഒരു ലവ് ലെറ്ററും ഇതേപോലെ ആയിരിക്കും വന്നേന്ന് പറഞ്ഞ് ഇവനോട് അറിയുമ്പം അവന് വിശ്വസിക്കാതെ എങ്കിൽ പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ് ഈ ലെറ്റർ മാത്രം എങ്ങനെ പെട്ടെന്ന് മാഞ്ഞു വന്നും ചോദിക്കും. അപ്പോഴാണ് അവളും ഒരു നമ്മൾ എഴുതിക്കൊണ്ട് മാത്രമാണോ ഈ ലെറ്റർ മാഞ്ഞു എന്ന് അവനോട് പറയുമ്പം അവനെങ്കിൽ പിന്നെ നമ്മൾ അന്ന് എഴുതി വെച്ച ലെറ്റർ ഒന്നും മാഞ്ഞു പോകാതെന്ന് ഇവളോട് ചോദിക്കും. അങ്ങനെ രണ്ടുപേർക്ക് പിടിയിട്ടായിരിക്കുമ്പോഴാണ് ഈശ്വൻ അവസാനമായിട്ട് കണ്ടെത്തും ഈ ലെറ്ററിനകത്തുള്ള ഈ സ്റ്റാമ്പ് കാരണം മിക്കവാറും ലെറ്റർ മാഞ്ഞു വന്നേന്ന്. അതേസമയം 2026 ഹെയ്റ്റാങ്ങിന്റെ മകനും ഈ ലെറ്റർ അവിടെ പോയെന്ന് പറഞ്ഞ് ഇവരോട് ചോദിക്കുമ്പം അവർ രണ്ടുപേരും കൂടെ ഞങ്ങൾ പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ലല്ലേ, ഇപ്പൊ കണ്ടില്ലേ നീ തന്നെ ഇട്ട ലെറ്റർ കാണാതായി പോയി, ഇനി നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നീ ഒരു പൊട്ടന ഏതിന് അവർ രണ്ടുപേരും കൂടെ ഇവനെ പറഞ്ഞോളാം അടിപൊളി മാജിക്. കറക്റ്റ് 12 മണിക്ക് ആ പൂച്ചയോട് വിളിച്ച് എന്റെ മൈൻഡിനെ നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്ത് അതിനുശേഷം ഈ ലെറ്റർ ആരെ കൊണ്ടെങ്കിലും എടുപ്പിച്ച് സെക്യൂരിറ്റിയെ അടിപൊളി രണ്ടുപേരും കൂടെ ചെയ്ത മാജിക് ആണ് ഇതൊക്കെ ഏതിന് അവനും പറയുമ്പം നിനക്ക് ഇതൊന്നും വിശ്വാസമില്ലെങ്കിൽ പിന്നെ നീ എന്ത് കണ്ടിട്ടാ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞ് ഇവ രണ്ടുപേരും ഇതാ സത്യം എന്ന് പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തും. പക്ഷെ അവനാണ് അവസാനം വരെ പിന്നെ ഒരു ലെറ്റർ പോസ്റ്റിനകത്ത് ഇട്ട ഉടനെ അത് മാഞ്ഞു പോയോ, ഇവിടെ എന്തോ മന്ത്രം നടക്കുന്നത്, എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ് എന്റെ സെൽഫോൺ നീ ഇതിനകത്തിട്ട് ഇതേപോലെ ഇല്ലാതാക്കിത്ത ഏതിന് അവനും ചോദിക്കുമ്പം ഇവ രണ്ടുപേരും ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകും. അതിനുശേഷം അവനും അവളുടെ പുറകെ തന്നെ വരുമ്പോഴാണ് ഇവള് ഞാൻ വീട്ടിൽ പോവാ നീ എന്തിനാ എന്റെ പുറകെ വരുന്നെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അവന്റെ അമ്മയെ കണ്ടെത്തുന്നവരെ ഇവൾ അവനെ സംശയമുള്ളതുകൊണ്ട് ഇവളുടെ പുറകെ തന്നെ വരുമെന്ന് പറയും. അതിനുശേഷം അവന് വീട്ടിൽ വന്നിട്ട് ഇവന്റെ അമ്മ അല്ലേ ഇവിടെ ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പം അവൾ ഇവൻ കാണിക്കുന്നൊക്കെ മനസ്സിലാക്കി നിനക്ക് സംശയമുണ്ട് ആ ബാത്റൂമിൽ കൂടെ ചെന്ന് നോക്കാന്ന് പറഞ്ഞ് അവനിട്ട് കളിയായിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവന് സമാധാനത്തിൽ ഇവളോടൊന്ന് സംസാരിക്കും. എങ്കിൽ പിന്നെ നിന്റെ അച്ഛനും എന്റെ അമ്മയെ തമ്മിൽ പരിചയമുണ്ട്, അങ്ങനെയാണ് അവർ രണ്ടൊരു പെട്ടെന്ന് നിന്നെ കാണാതായി പോയ, നമ്മൾ തമ്മിൽ അറിയാവുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താലേ നമുക്ക് അവരെ കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ എന്ന് ഇവനും പറയുമ്പം അവള് നടന്ന കാര്യങ്ങളൊക്കെ പറയും. അതായത് അവളുടെ അച്ഛൻ ഇവിടെ നിന്ന് വിളിച്ചോണ്ടോ നോക്കിയപ്പോഴാ അവർ തമ്മിൽ നടന്ന തർക്കത്തി അടുത്ത ദിവസം അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന്. കൂടാതെ പോലീസിനെ അറിയിച്ചപ്പോ ഇവളുടെ ID കാർഡ് നോക്കിയിട്ട് ഇവളുടെ അച്ഛനെ 20 വർഷം മുമ്പ് മരിച്ചുപോയ വേറൊരാളായിട്ടാ കാണിക്കുന്നതെന്ന് പറയും. അങ്ങനെ അതിനുശേഷം അവളും ആ കുക്കീസിനെ കുറിച്ച് കള്ളം പറഞ്ഞല്ലെന്ന് അറിഞ്ഞ് ഇവളുടെ വീട്ടിൽ നിന്ന് ആ ബോക്സ് എടുത്ത് വന്നിട്ട് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനല്ലേ സംസാരിച്ച്, അല്ലാതെ എന്റെ അച്ഛനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞ പിന്നെ ഇവളൊന്നും പറയത്തില്ലെന്ന് അറിയും. അതിനുശേഷം അവന് സൈലന്റ് ആകുമ്പോഴാണ് അടുത്തായിട്ട് അവളും ഇവന്റെ അമ്മയെ കുറിച്ച് പറയാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും ഇവന്റെ 10ാമത്തെ വയസ്സിൽ തന്നെ ഇവന്റെ അച്ഛന്റെ കൂടെ ഇംഗ്ലണ്ടിൽ പോയെന്ന് പറയും. അങ്ങനെ അമ്മ വരാത്തോണ്ട് അവർ തമ്മിൽ ഡിവോഴ്സ് ആയെന്ന് പറയുമ്പം ഇവളാണ് ഇത് കേട്ടിട്ട് ഇത് കാരണമൊക്കെ ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരേശ ഇവന്റെ അച്ഛനമ്മയെ തമ്മിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ബന്ധം കാണത്തില്ലായിരുന്നു പറയും. അതിനുശേഷം അവളും ഇവന്റെ അമ്മ പിന്നീട് എല്ലാം കല്യാണം കഴിച്ച് ചോദിക്കുമ്പം അവൻ എനിക്കൊന്നും അറിയത്തില്ല നീ എന്റെ അമ്മയെ കുറിച്ച് ചോദിക്കാൻ നിർത്തിയിട്ട് നിന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞ് അവൻ ചോദിക്കും. അപ്പോഴാണ് അവളും അവളുടെ അമ്മ ഇവൾ ജനിച്ചപ്പോഴേ മരിച്ചുപോയെന്ന് പറയും. എന്നിട്ട് അവളും രണ്ടുപേരുടെയും പാരന്റ്സ് കാണാതായിട്ടുണ്ടെങ്കിൽ
ഇവർ തമ്മിൽ മുമ്പേ എന്തായാലും പരിചയം കാണുന്നറിഞ്ഞ് അവൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേട്ട് അവനാണ് പുച്ഛത്തി, എങ്കിൽ പിന്നെ നിന്റെ അച്ഛനായിരിക്കും എന്റെ അമ്മയെ വിളിച്ചോണ്ട് പോയത്, അതുകൊണ്ടായിരിക്കും എന്റെ അച്ഛനമ്മയും കൂടെ ഡിവോഴ്സ് ചെയ്ത്. ഏതിന് ഇവൻ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് പറയുമ്പോൾ അവൾ എന്റെ അച്ഛൻ എന്റെ കൂടെ തന്നെ ജീവിച്ചോണ്ടിരിക്കുന്നത്, അല്ല നിന്റെ സിറ്റിയിലേക്ക് ഇതുവരെ പോയിട്ടില്ലെന്നറിഞ്ഞ് ഇവള് നടക്കാത്ത കാര്യമൊന്നും ഇവളോട് ഇപ്പൊ ചുമ്മാ തള്ളലെന്ന് പറയും. അതേസമയം ഇവിടെ ഇവർ രണ്ടുപേരും കൂടെ അവരോട് എന്തോ ചോദിക്കണം എന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ ഈശനും അവരുടെ പേരൊക്കെ ചോദിക്കാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ടാ ഇവന്റെ പേര് ലവ് ലെറ്റർ എഴുതിയെന്ന് ചോദിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഇവർ അവസാനം ലെറ്റർ എഴുതിയിട്ട് അതേ സെയിം ലെറ്റർ തിരിച്ചയക്കുമ്പോഴാണ് ഇവർക്ക് ഇതിനുമ്പ് കേട്ട സൗണ്ട് പോലെ ഇപ്പൊ ഒന്നും കേൾക്കത്തില്ല. അതിനുശേഷം അവനെ തുറന്നു നോക്കിയിട്ട് ഈ ലെറ്റർ എന്തിപ്പോ പോവാത്ത, ഒരേശ് നമ്മൾ അയക്കുന്ന സമയം തെറ്റായിട്ടുള്ള സമയമാണോ? ഏതിന് അവന് കൺഫ്യൂസ് ആയിരിക്കുമ്പം ഹെയ്റ്റങ്ങാണ് ഒരേശ് ഇതിനുമ്പ് ആ പൂച്ച വന്ന പോലെയൊക്കെ ആ പൂച്ചയും കറക്റ്റ് 12 മണി ആയാല് ഈ ലെറ്റർ പോകാനും വരാനും ചാൻസ് ഉള്ളെന്ന് അവൾ ആലോചിക്കും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ലെറ്റർ അയക്കുന്ന കറക്റ്റ് രാത്രി 12 മണിക്കും കൂടെ ഒരു പൂച്ചയും വേണം ചോദിക്കുമ്പം അവളും കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. പക്ഷെ ഇതൊക്കെ സംഭവിച്ചാല് ചിലപ്പോൾ ലെറ്റർ പോകാൻ ചാൻസ് ഉള്ളെന്ന് അറിഞ്ഞ് ഇവര് നാളെ വരാൻ തീരുമാനിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവരെ കറക്റ്റ് സമയം ലെറ്റർ അയക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അതേസമയം ഇവിടെ ഹെയ്റ്റങ്ങിന്റെ മകനും സത്യത്തിൽ ലെറ്റർ അയക്കുന്ന കൊള്ളയാണെന്ന് അറിഞ്ഞ് അവന്റെ ഫോൺ അകത്ത് വെച്ച് റെക്കോർഡ് ചെയ്യും. ഇത് കണ്ട് ഇവർ രണ്ടുപേരും കൂടെ ഇവന് വിശ്വാസമില്ല എന്തിന് ഇവിടേക്ക് വന്നെന്ന് അറിഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പിറുപിറുത്തോണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഈ തവണ നിങ്ങൾ രണ്ടുപേരും എന്റെ അടുത്തേക്ക് വരണമെന്ന് അറിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് കറക്റ്റ് 12 മണിക്ക് പോസ്റ്റ് ചെയ്യാൻ ഹൈറ്റം കൂടെ ലെറ്റർ ഇടും. അപ്പോഴാണ് ഇവർക്ക് വീണ്ടും ആ സൗണ്ട് കേൾക്കുന്നത്. അതിനുശേഷം ഇവരും ആ പോസ്റ്റർ നോക്കുമ്പോൾ ഇവരയച്ച ലെറ്റർ കാണത്തില്ല. അതുകൊണ്ട് രണ്ടുപേരും കൂടെ സന്തോഷത്തി നമ്മൾ ആലോചിച്ച പോലെ തന്നെ ഇത് വർക്ക് ചെയ്യുന്നെന്ന് അറിഞ്ഞിട്ട് അവർ ഹാപ്പി ആയിട്ടിരിക്കും. അതേസമയം ഇവിടെ ഹൈറ്റാങ്ങിന്റെ മകനും ഞാൻ അയച്ച പോസ്റ്റ് ഒന്നും പോയില്ലല്ലോ എന്ന് അറിഞ്ഞ് അവനിവിടെ സന്തോഷത്തിരിക്കുമ്പം ഇവൻ അയച്ച പോസ്റ്റിന്റെ കൂടെ തന്നെ വേറൊരു പുതിയ ലെറ്റർ ആണ്. അതുകൊണ്ട് ഇവരത് വായിച്ചു നോക്കുമ്പം ഹൈറ്റങ് ഈശോയും കൂടെ എഴുതിയ ലെറ്റർ ആയിരിക്കും ഇത്. അങ്ങനെ അവർ 1991 ഇരുന്ന് ഞങ്ങൾ ഈ ലെറ്റർ ചെയ്തെന്ന് അറിഞ്ഞിട്ട് ഇവരാണോ ഈശോന്റെ പേര് ലവ് ലെറ്റർ ഒക്കെ ഇവൾക്ക് അയച്ചേന്ന് ചോദിക്കും. അങ്ങനെ ഈ ലെറ്റർ നിങ്ങൾ കാണുവാണ് എനിക്കൊന്ന് റിപ്ലൈ ചെയ്യുന്ന പറഞ്ഞ് അവളുടെ ലെറ്റർ ഇവർ കാണുമ്പോഴാണ് ഇവിടെ അവനൊന്നും മനസ്സിലാവാതെ ഈ പോസ്റ്റിന്റെ അടി വല്ലം ഈ ലെറ്റർ ഒളിച്ചു വെച്ചിരുന്നെന്ന് പറഞ്ഞ് അവനൊന്നും വിശ്വസിക്കത്തില്ല. അതേസമയം അവളും ഞാൻ പറഞ്ഞപ്പോ ഒന്നും വിശ്വസിച്ചില്ല, ഇപ്പൊ നിനക്ക് പ്രൂഫോടെല്ലാം മനസ്സിലായില്ലെന്ന് പറഞ്ഞ് ഇപ്പോഴെങ്കിലും ഇവന് വിശ്വസിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനത് വായിച്ചു നോക്കിയിട്ട് സത്യത്തി ഇത് ലെറ്റർ അയച്ചാൽ നമുക്ക് ആ വർഷത്തേക്ക് ലെറ്റർ അയക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ഷോക്കായിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ ഹേറ്റങ് ഈശനും കൂടെ നമ്മൾ അയച്ച ലെറ്ററിന് എപ്പോഴാണ് റിപ്ലൈ ഇടുന്നെന്ന് പറഞ്ഞ് അവൻ ഇവളോട് ചോദിക്കും. അപ്പോഴാണ് അവളും അതൊക്കെ രാത്രി കിട്ടത്തുള്ളൂ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവൾ സ്കൂളിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഈശനാണ് എങ്കിൽ പിന്നെ ഇവള് ടീച്ചറിനോട് ഗേറ്റിന്റെ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. കാരണം ഇവന് ടീച്ചറിനായിട്ട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് അവൾ സന്തോഷത്തി ഇവൻ തിരിച്ച് സ്കൂളിൽ വരാൻ പോകാന്ന് അറിഞ്ഞിട്ട് അവൾ ടീച്ചറിനോട് പറയാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതിനുശേഷം ടീച്ചറാണ് ഇവനെ കാണാൻ വേണ്ടി പുറത്തേക്ക് വരുമ്പോഴാണ് ഇവൻ ഇപ്പോഴെങ്കിലും അവന്റെ തെറ്റ് മനസ്സിലാക്കിയാൻ ചോദിക്കും. അപ്പോഴാണ് അവനും ഞാൻ ചെയ്ത തെറ്റാ, ഞാൻ കുറച്ച് ദേഷ്യപ്പെടണ്ടായിരുന്നു, എനിക്ക് തിരിച്ച് സ്കൂളിൽ വരണം. അപ്പം ഏതിന് ഇവനും പറയുമ്പം അവര് നീ ഇങ്ങനെ പറഞ്ഞോണ്ടൊന്നും നിന്നെ ഞാൻ ഒന്ന് വിളിച്ച് കയറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവനെ ചുമ്മാ പേടിപ്പിച്ച് വെക്കും. അതിനുശേഷം സത്യത്തി ഇവന്റെ സ്വഭാവം മാറ്റി ഇപ്പൊ അകത്തേക്ക് വരാന്ന് പറഞ്ഞിട്ട് അവനെ വിളിക്കും. അപ്പനാണ് അവനും എങ്കിൽ പിന്നെ ടീച്ചർ നിങ്ങള് ചായനെ കണ്ടായിരുന്നോ, ഞങ്ങൾ അടിയുണ്ടാക്കിയത് ചാ കാരണമൊന്നുമല്ല, ഞാനും എന്റെ കൂട്ടുകാരും കൂടെ പ്രശ്നം ഉണ്ടാക്കിയതുണ്ട്, അല്ലാതെ ചാ കാരണം ഞങ്ങൾക്ക് എന്താ പ്രശ്നം വരാൻ പോന്നെ. ഇപ്പൊ ചാ ഞങ്ങളെ കാണാൻ പോലും സമ്മതിക്കത്തില്ല, ആ കട അടച്ചിട്ടിട്ട് കുറെ ദിവസം അതിന്റെ അകത്ത് തന്നെ കിടക്കുക, അതുകൊണ്ട് നിങ്ങളൊന്ന് പോയി ഒന്ന് കാണാവോ. എന്നിട്ട് ഇവന് ചോദിക്കുമ്പോൾ നീ അത് നിന്നെ കുറിച്ച് വിഷമിക്കുന്ന പറഞ്ഞിട്ട് ടീച്ചർ അകത്തേക്ക് എറിച്ചില്ലും. അങ്ങനെ അന്ന് വൈകിട്ട് ചായയും പുറത്തേക്ക് വരുമ്പോഴാണ് അവിടെ അവന്മാര് ഇവനെ കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ വാങ്ങിച്ചു വെച്ചേക്കും. അങ്ങനെ അതെടുത്ത് ഡോർ ക്ലോസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ടീച്ചർ അതേസമയം ചായ കാണാൻ വേണ്ടി വരും. അതിനുശേഷം ഇവ രണ്ടും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് ടീച്ചറും ഇവൻ ആ ഗാവുമായിട്ടുള്ള ഇടപാടെല്ലാം നിർത്തിയിട്ട് ഈ കട ഓപ്പൺ ചെയ്തത് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പറയും. പക്ഷെ അതൊക്കെ തെറ്റാന്ന് മനസ്സിലാക്കി കൊടുത്ത് ഈ ഇടയ്ക്കായിട്ട് ഫൈറ്റ് ചെയ്തപ്പോ തന്നെ അവർക്കെല്ലാം പിടികിട്ടിയെന്ന് പറയും. അങ്ങനെ ഈ കട തുടങ്ങിയ തന്നെ ഇവിടെ ആണത്തം കാണിച്ച് ഫൈറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ അവൻ അത് കാരണമൊന്നല്ല, ഞാൻ സ്വന്തമായിട്ട് ജീവിക്കാൻ വേണ്ടിയാ ഇവിടെ ഗെയിംസ് കളിക്കുന്ന കട ഓപ്പൺ ചെയ്തെന്ന് പറയും. പക്ഷെ ആ ഗാവോടെ ആൾക്കാര് അവന്മാർ രണ്ടുപേരും അടിക്കാൻ വന്നോണ്ടാ ഇവൻ ഗാവയെ എതിർത്ത് ഇത്രയും വലിയ പ്രശ്നമൊക്കെ ഉണ്ടായ. കൂടാതെ ഇപ്പൊ എന്നെ വന്ന് കളിയാക്കാനാണോ അല്ലെ എന്നെ അഡ്വൈസ് ചെയ്യാനാണോ എന്ന് പറഞ്ഞ് അവനും ചോദിക്കുമ്പോൾ ടീച്ചർ ഇവരുടെ കുറച്ച് സേവിങ്സ് എല്ലാം കൊടുത്തിട്ട് ഇനി മര്യാദയ്ക്ക് ഈ കട ശരിയാക്കി ഒരു സമാധാനത്തിലുള്ള ജീവിതം ജീവിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അത് ചായ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് ടീച്ചർ അവിടെ നിന്ന് പോകും. ഇതേ സമയം ഇവിടെ റാറ്റ് അവന്റെ ഗേൾഫ്രണ്ടിനെ വീണ്ടും ആ കട ജോലി ചെയ്യാൻ വേണ്ടി സമ്മതിക്കത്തില്ല, കാരണം അവിടെ വർക്ക് ചെയ്യുന്ന ഡേഞ്ചറാന്ന് ഇവൻ പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഈ കാല് വയ്യാത്ത ഞാൻ വേറെന്ത് ജോലി ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞ് ഇവനോട് വിഷമം ചോദിക്കുമ്പോൾ അവന് നിന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞ് ഇവൻ അവളെ ഒത്തിരി വിശ്വാസം അറിയും. അങ്ങനെ അതുകൊണ്ട് അവൾ സന്തോഷത്തി അവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ചായാണ് ഇപ്പൊ ഇവന്മാരെ വിളിക്കും. അതുകൊണ്ട് ഇവനെ സന്തോഷത്തി ചാ കുറെ ദിവസത്തിന് ശേഷം ഇപ്പൊ പുറത്തേക്ക് വന്ന് ഞാനിപ്പോ പോയി കാണുമെന്ന് അറിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവും. അതിനുശേഷം ഇവന്മാരെ രണ്ട് വിളിച്ചിട്ട് ചായം പറയും, എടാ സത്യം പറഞ്ഞ നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ആ ഗാവോടെ ആൾക്കാർ ചെയ്തേക്കെ തെറ്റ, പക്ഷെ അവര് നിങ്ങൾ അടിക്കാൻ വന്നപ്പോ ഞാൻ അവരെ തിരിച്ചടിക്കണമായിരുന്നു, അതെന്റെ തെറ്റ. ഇനിയിപ്പോ നിങ്ങൾ അറിഞ്ഞാണ്
അറിയണമല്ലേ ആ ഗാവ് എങ്ങനത്തെ ആളാന്ന്. അതുകൊണ്ട് അവനായിട്ടുള്ള ബന്ധം നമ്മൾ പെട്ടെന്ന് തന്നെ നിർത്താൻ പോവാ. നമ്മൾ സ്വന്തമായിട്ട് ഈ കട വീണ്ടും പണിയും. അതിനുശേഷം നമുക്ക് സമാധാനത്തിൽ ഇവിടെ ജീവിക്കാം എന്നിന് ചായം പറയുമ്പം ഇത് കേട്ട് ഈശ്വനും പക്ഷേ ഈ കട നമുക്ക് പണിഞ്ഞെടുക്കാൻ കുറെ പൈസ ആത്തില്ലെന്ന് ചോദിക്കും. അപ്പരാണ് ചായം അതൊക്കെ നിന്റെ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഇവരോട് പറയുമ്പം അവരുണ്ടേരും കൂടെ ചുമ്മാ അതല്ല അളിയൻ പുറത്തേക്ക് വന്നേന്ന് പറഞ്ഞിട്ട് ഇവരുണ്ടേരും ചുമ്മാ അവനെ കളിയായിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇവരും രാത്രി കട ഒരുമിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിരിക്കുമ്പം ഈശ്വനിപ്പോ അവളുടെ അടുത്ത് ആ പോസ്റ്റ് വരെ പോകണമെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് അവൻ ഓർമ്മയിൽ തന്നെ ഇവരോട് സംസാരിച്ചോണ്ടിരിക്കും. ഇതേ സമയം 2026 ഇവർ രണ്ടുപേരും കൂടെ ഫ്യൂച്ചറിൽ നിന്ന് ലെറ്റർ അയക്കുന്നതെന്ന് അവര് മനസ്സിലാക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം ഇവർക്ക് ലെറ്റർ എഴുതാൻ തീരുമാനിക്കും. അങ്ങനെ അതുകൊണ്ട് ആ പോസ്റ്റ് അയച്ച ദിവസത്തിരുന്ന് ഒരു 3 ദിവസം കഴിഞ്ഞ് ഇവരെ ഇൻഫോർമേഷനെ കളക്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യും. അതേസമയം രാത്രി ഹേറ്റങ്ങും തിരിച്ച് റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഇവൾക്ക് അവരയച്ച ലെറ്റർ കിട്ടും. അതിനുശേഷം അവൾ അതായിട്ട് ഈശ്വനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവന് ജോലിയൊക്കെ നിർത്തിയിട്ട് പെട്ടെന്ന് ഇവളെ കാണാൻ വേണ്ടി ഓടി വരും. അപ്പോഴാണ് അവളെ സന്തോഷത്തി നമുക്ക് റിപ്ലൈ കിട്ടിയെന്ന് പറഞ്ഞ് ഇവനോട് പറയുമ്പോൾ അവനെങ്കിൽ പിന്നെ നീ വായിച്ചോന്ന് പറഞ്ഞ് ചോദിക്കും. പക്ഷെ അവളാണ് ഇവനും കൂടെ നോക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന. അതിനുശേഷം ഇവരുണ്ട് റൊമാൻസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു പോയിക്കോന്ന് പറഞ്ഞ് ഇവനെ പറഞ്ഞേക്കും. എന്നിട്ട് ഇവരുണ്ടരും കൂടെ അവർക്ക് വന്ന ലെറ്റർ വായിച്ചു നോക്കുമ്പോഴാണ് അവർ 2026 ഇരുന്ന ഈ ലെറ്റർ എഴുതിയെന്ന് പറഞ്ഞ് ഇവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇവരുടെ ഷോക്കായിട്ട് അത് ഓരോന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സെപ്റ്റംബർ 20 കാട്ടുണ്ടാവെന്ന് പറഞ്ഞ് ഇവരെ വേണേ അത് പോയി കണ്ട് ഇവര് പറയുന്നത് വിശ്വസിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് വായിച്ചു നോക്കിയിട്ട് ഈശ്വനാണ് എങ്കിൽ പിന്നെ നിനക്കയച്ച ലവ് ലെറ്റർ ആരാ എഴുതിയേ? ഇതിനകത്ത് എഴുതിയേക്കുന്ന പേരൊക്കെ നിനക്കല്ല അറിയാം. എന്നിന് അവൻ ആ പേര് വായിച്ച് കാണിക്കുമ്പോൾ ഇവൾക്ക് ഇവരെന്ന് ആരും അറിയത്തില്ലെന്ന് പറയും. കൂടാതെ ഇവർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞേക്കുവാണ്. എങ്കിൽ പിന്നെ ഇവര് പറഞ്ഞ് വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ആ സംഭവം നേരിട്ട് കണ്ടേ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിക്കും. അതിനുശേഷം അന്ന് രാത്രി ഇവിടെ ഈശ്വന് ഉറക്കമില്ലാതെ എന്നാൽ ആ ലവ് ലെറ്റർ ആരായിരിക്കും എഴുതിയെന്ന് അറിഞ്ഞ് അവൻ അതേപോലെ ഇവ സ്വന്തമായിട്ട് എഴുതി നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവൻ എന്താ കണ്ടെത്തിയിട്ട് അപ്പൊ തന്നെ ഹെയ്റ്റാങ്ങിനെ വിളിച്ച് അവനിപ്പോ എഴുതിയ ലെറ്ററും ഇവൾക്ക് വന്ന ലെറ്ററും കൂടെ കമ്പയർ ചെയ്ത് കാണിക്കും. സത്യത്തിൽ ഹെയ്റ്റാങ് ഈ ലെറ്റർ ഞാൻ എഴുതിയെന്ന് തോന്നുന്നു. കാരണം 2 ഹാൻഡ് റൈറ്റിംഗ് ഒരേപോലെ ഇരിക്കുന്നത്. അതിനർത്ഥം ഫ്യൂച്ചറിലുള്ള ഞാനാണോ ഈ ലെറ്റർ നിനക്ക് അയച്ചത് എന്നിന് അവനും പറയുമ്പം അവള് ഷോക്കായി നോക്കും. അപ്പോഴാണ് അവനും ഞാനല്ല അയച്ചേ, പക്ഷെ എന്റെ ഒരു സംശയം ഇതാ, സത്യത്തിൽ ഈ ലെറ്റർ ഫ്യൂച്ചറിൽ നിന്നാ വന്നെങ്കിൽ മിക്കവാറും ഞാൻ എഴുതിയ അത് നിനക്ക് വേണ്ടി എന്നിന് അവനും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഒരു ചെറിയ റൊമാൻറ്റിക് മൊമെന്റ് നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇവ രണ്ടുപേരും കൂടെ ലെറ്റർ അയച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ 2026 ഇത് അയക്കുവാണ് എങ്കിൽ പിന്നെ 50ാമത്തെ പ്രായത്തിൽ ഇവൾക്ക് എന്തിനാ ലവ് ലെറ്റർ അയച്ചെന്ന് അറിഞ്ഞ് അവനും കുറച്ച് നാണിച്ചിരിക്കും. അതേസമയം ഇവിടെ ഇവർ രണ്ടുപേരും കൂടെയാണ് എന്തുകൊണ്ട് അവരിത് റിപ്ലൈ ഇടാത്തെന്ന് അറിഞ്ഞ് ഇവളിവിടെ കുറെ ആലോചിച്ചോണ്ടിരിക്കും. ഒരേശ് ആ സംഭവമൊക്കെ നടന്നു കഴിഞ്ഞോണ്ട് ചിലപ്പോൾ അവർ നമ്മൾ വിശ്വസിച്ച് കാണത്തില്ലെന്ന് അറിഞ്ഞ് ഇവളായിട്ട് കുറെ കൺഫ്യൂസ് ആയിക്കൊണ്ടിരിക്കും. കാരണം അവിടെ കറക്റ്റ് ഏത് സമയമാണെന്ന് ഇവർക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോഴാണ് അവനും ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ദിവസം അവർക്ക് വന്നാണത്തില്ല, അതുകൊണ്ട് അതുവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അതിനുശേഷം പോലീസ് ഇവളെ ഫോൺ വിളിച്ചിട്ട് ഒരു പ്രായമായിട്ടുള്ള ആളെ കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഒരു ശിവളുടെ അച്ഛനാണെന്ന് അറിഞ്ഞ് ചെക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കും. അതുകൊണ്ട് അവളും ടെൻഷനായി ചിലപ്പോൾ എന്റെ അച്ഛനെ കണ്ടെത്തി കാണുമെന്ന് അറിഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങും. അതേസമയം ഹെയ്റ്റങ് ഈശ്വനും കൂടെ ഈ പോസ്റ്റ് എങ്ങനെ വന്നെന്ന് കണ്ടെത്താൻ വേണ്ടി ആ ബൈൻഡ് എടുത്തോണ്ടോയ പ്രായമായിട്ട് ആളെ അന്വേഷിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് വേസ്റ്റ് ഇറക്കുന്ന ആൾക്കാരൊക്കെ ഇവര് പറയുന്ന പോലെ പ്രായമായിട്ട് ആൾക്കാരൊന്നും ഇവിടെ ആരില്ലെന്ന് അറിയും. അതുകൊണ്ട് ഇവർ രണ്ടും കൂടെ ഷോക്കായിട്ട് എങ്കിൽ പിന്നെ അയാൾ എവിടെ ജോലി ചെയ്യുന്നതെന്ന് അറിഞ്ഞ് ഇവരവിടെ നടന്നു പോകും. അതിനുശേഷം അവനും സത്യത്തിൽ അവരൊക്കെ ഫ്യൂച്ചറിൽ നിന്നാണോ നമുക്ക് മെസ്സേജ് ഇട്ടേന്ന് അറിഞ്ഞ് ഇവന് വിശ്വസിക്കാൻ പറ്റാതിരിക്കുമ്പം അവളൊരു സത്യമാണ് ഇവളെങ്കിൽ പിന്നെ കോളേജിലൊക്കെ പോകുമെന്ന് അവരോട് ചോദിച്ച് അറിയണം എന്നറിയും. അപ്പോഴാണ് അവനും അത് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറയും നീ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കോളേജിലേക്ക് പോകും എന്നിട്ട് ഇവർ രണ്ടും കൂടെ സംസാരിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഇവിടെ സെക്യൂരിറ്റിന്റെ അടുത്ത് കാർ വാങ്ങിച്ചോണ്ട് ഇവര് പോലീസ് പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോകാൻ നോക്കുമ്പോൾ ഇവിടെ ഹേറ്റങ്ങിന്റെ മകനാണ് കാർ ഓട്ടിക്കാൻ പറ്റാതെ ഇത് ഓട്ടോമാറ്റിക് അല്ലേന്ന് ചോദിക്കും. അപ്പോഴാണ് അവളാണ് നിനക്ക് കാർ ഓട്ടിക്കാൻ അറിയത്തില്ലടാ, നീക്ക് വിദേശത്ത് എന്തുവാടാ ചെയ്ത് എന്നിട്ട് അവൾ അവസാനമായിട്ട് ഡ്രൈവ് ചെയ്ത് പോലീസ് പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ഇവളുടെ അച്ഛനല്ല വേറെ ഏതാണ്ട് പ്രായമായിട്ടുള്ള ആളാ. അതിനുശേഷം അദ്ദേഹം തണുക്കുന്നുണ്ട് ഇവളുടെ തുണി ഇട്ട് കൊടുക്കും. അപ്പോഴാണ് ഇതേപോലെ ഇവളുടെ അച്ഛനും ഏതെങ്കിലും ഒരു സ്ഥലത്ത് കഷ്ടപ്പെടായിരിക്കും അറിഞ്ഞിട്ട് അവൾക്ക് സങ്കടം വരും. അങ്ങനെ അതുകൊണ്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഇവൾ അച്ഛനോട് ദേഷ്യപ്പെട്ട് എന്റെ തെറ്റെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുമ്പം ഇവൻ എങ്ങനെ സമ്മാനപ്പെടുത്തുന്ന അറിയാതെ അവ സൈലന്റ് ആയിട്ട് നിൽക്കും. അതിനുശേഷം ഇവിടെ ഇവന്മാരും ചായയുടെ കൂടെ കടയൊക്കെ റെഡിയാക്കുമ്പോഴാണ് ആ ഗാവോടെ ആൾക്കാർ വീണ്ടും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വരും. നിങ്ങളുടെ കട പുതിയതായിട്ട് റെഡിയാക്കിയോ? എങ്കിൽ പിന്നെ ഇനി തൊട്ട് ഇത് നമ്മളുടെ കടയല്ല അളിയാ എന്നിന് അവൻ അവിടേക്ക് വരുമ്പോൾ
ചെല്ലുമ്പം ചായ ഇത് നിങ്ങളെ പോലെ കടം കൊടുക്കുന്ന പരിപാടിയല്ല, ഇത് ജസ്റ്റ് ഗെയിമിംഗ് സ്ഥലമാണെന്ന് പറയും. അപ്പരാണ് അവന്മാരും സ്നേഹത്തോടെ വന്നാൽ നീ ഞങ്ങളെ പറഞ്ഞയക്കാൻ നോക്കുന്നു, നിങ്ങൾ കാരണം എന്റെ കാൽ ഇപ്പോഴും അതിനെടുക്കുക, അത് നീ മറക്കല്ലേ, നിങ്ങൾക്ക് ഗാവോടെ കീഴിൽ വർക്ക് ചെയ്യാമെങ്കിൽ എങ്കിൽ പിന്നെ നടക്കട്ടെ, നമുക്ക് നോക്കാം എന്നിന് അവന്മാർക്ക് അവിടെ നിന്ന് ഇറങ്ങും. അതിനുശേഷം ഇത് കണ്ട് ഇവന്മാരാണ് ഒരേശം അവന്മാർ വീണ്ടും ഒന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന ചായനോട് വയ്ക്കുമ്പം അവന് എന്ത് ഭക്ഷണം വന്നെങ്കിലും നമുക്ക് ഫേസ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇനി മേലെ ഇവന്മാരാദ്യം അവരോട് ഭക്ഷണത്തിലൊന്ന് പോലെന്ന് പറയും. അങ്ങനെ അതിനുശേഷം ഇവരിങ്ങനെ പുതിയതായിട്ട് ജീവിക്കാൻ തുടങ്ങിയുണ്ട്. ടീച്ചർ ഹൈറ്റും കൂടെ ഇവരെ സഹായിക്കാൻ വേണ്ടി അവിടേക്ക് വരും. അതിനുശേഷം ടീച്ചർ ഈശ്വനോട് നീ സ്കൂളിൽ വരുന്ന മുമ്പേ തന്നെ ഞാൻ നിന്നോട് 2 കാര്യം പറയാം, നീ മര്യാദയ്ക്ക് അവിടെ നിന്ന് പഠിക്കാൻ തുടങ്ങിക്കോണം, പിന്നെ ഇതേപോലെ പ്രശ്നം ഒന്നും ഉണ്ടാക്കല്ലേ, ഹേറ്റാ നിന്നെ പഠിപ്പിക്കുമെന്ന് എനിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി മേലെ അടി ഉണ്ടാക്കി നിന്റെ ജീവിതത്തിനെ കളയില്ലേ എന്നിന് അവൻ അഡ്വൈസ് ചെയ്യുമ്പം അവന് പതിയെ ചായനെ നോക്കും. അപ്പരാണ് ചായയും എന്തിനാണ് എന്നെ നോക്കുന്നത്, ഞാൻ എപ്പോഴും അടി കൂടാൻ പോകുന്ന പോലെയാണല്ലേ, നീ മര്യാദയ്ക്ക് ഒന്ന് പഠിച്ചോ എന്നിന് ഇവരെല്ലാം കൂടെ സന്തോഷത്തി അവിടെ നിന്ന് ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ടീച്ചർ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇവന്മാരും ചായ ചെന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറയും. അപ്പരാണ് അവനും അതിന് നിങ്ങളുടെ അഡ്വൈസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവന് നാണിച്ചോണ്ടേ പുറകെ ഓടിച്ചില്ലും. അതിനുശേഷം അന്ന് രാത്രി ഹേറ്റങ്ങ് ഈശ്വനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പം അവൻ ഇവളുടെ അച്ഛനെല്ലാം തിരിച്ച് വീട്ടിൽ വന്നാൽ ചോദിക്കും. അപ്പരാണ് അവളും അതൊന്നല്ല, നാളെ തൊട്ട് നീ സ്കൂളിൽ വരുമല്ലേ, അതുകൊണ്ട് നിന്റെ മുടി ഞാൻ കട്ട് ചെയ്യാം എന്നിന് അവനെ ഇരുത്തിച്ച് ഇവള് മുടി വെട്ടി കൊടുക്കും. അതിന്റെ ഇടയിൽ തന്നെ ഇവൾ അവനെ കുറെ അഡ്വൈസ് ചെയ്യും, സ്കൂളിൽ വന്നതിന് ശേഷം ആ ഷെന്നുമായിട്ടൊന്ന് വഴക്കുണ്ടാക്കില്ലെന്ന്. അപ്പരാണ് അവനും ഞാനായിട്ട് ഭക്ഷണത്തിന് പോകുന്നില്ല, അവന്മാരായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൻ അവളുടെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവളും ഇവളുടെ അമ്മൂമ്മയുടെ ആഗ്രഹവും ഇവൾ നല്ലോണം പഠിച്ചിട്ട് ഇവൾ ഈ സ്ഥലം വിട്ടു പോകുന്നയാ, കാരണം എന്നാലേ ഇവളുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇവൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് 2 പേർക്കും പഠിച്ച് നമുക്ക് ഇവിടെ നിന്ന് പോകാന്ന് പറയുമ്പം അവന് ചിരി വന്നിട്ട് സത്യത്തിൽ ഞാൻ പഠിച്ച് പാസ്സാകാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കും. അപ്പരാണ് അവളും പിന്നല്ലാതെ ഞാൻ ഇനി തൊട്ട് നിന്നെ പഠിപ്പിക്കാൻ പോകല്ലേ, നീ അടി കൂടുന്നതിനേക്കാളും പഠിക്കാൻ ഈസിയാ എന്നിന് അവളും പറഞ്ഞ് അവനെ മനസ്സിലാക്കും. അതിനുശേഷം അവൾ ചെയ്തേക്കുന്ന ഹെയർ കട്ട് കണ്ടിട്ട് ഇവനും സത്യത്തിൽ ഇപ്പോഴും എന്റെ ഫേസ് എനിക്ക് പിടികിട്ടുന്നു എന്നിന് അവനും പറഞ്ഞിട്ട് ഇവളെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോകും. അപ്പരാണ് വീട്ടിൽ എത്തിയതിനു ശേഷം ഇവൾ അവന് ലെറ്റർ കൊടുക്കുമ്പം അവന് അതിനകത്ത് അയക്കാനാണെന്ന് ചോദിക്കും. അപ്പരാണ് അവളും ഇത് ഇവൾ ഇവന് വേണ്ടി എഴുതി ലെറ്റർ എന്ന് പറഞ്ഞിട്ട് അവൾ നാണിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലും. അതിനുശേഷം അവനും എങ്കിൽ പിന്നെ നാളെ രാവിലെ കാണാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് അവൻ ഇവൾ തന്ന ലെറ്റർ വായിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് രക്ഷോട്ട് പോകാന്ന് പറഞ്ഞ് അവള് ലെറ്റർ ഇവൻ എഴുതിയേക്കും. അങ്ങനെ ഈ ലെറ്ററാണ് ഫ്യൂച്ചറിൽ ഇവന്റെ മകള് കാണുന്നത്, അതായത് അവളുടെ വീട്ടിൽ നിന്ന് ഹേറ്റാങ്ങിന്റെ പേര് ലെറ്റർ കണ്ടത്. അങ്ങനെ ഇവൻ ഇവിടെ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം ഇവിടെ ഹേറ്റാങ്ങിന്റെ വീട്ടിൽ അവളെ ആരാണ്ട് അടിച്ചിടും. അങ്ങനെ ഇതൊന്നും അറിയാതെ അടുത്ത ദിവസം ഈശ്വൻ അവൾക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് കുറെ സമയമായിട്ടും അവള് വരത്തില്ല. അതുകൊണ്ട് അവന് സംശയത്തി അവൻ അവിടെ നിന്ന് ഹൈറ്റാങ് എന്ന് പറഞ്ഞ് ഇവള് വിളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവളുടെ വീട്ടിന്റെ അകത്ത് ഇവളുടെ അച്ഛൻ അവളെ കെട്ടിയിട്ടിട്ട് അവളെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചേക്കും. അതിനുശേഷം അവളും ഒരുശേഷം നേരത്തെ സ്കൂളിൽ വന്നാണെന്ന് അറിഞ്ഞ് ഇവൻ അവിടേക്ക് ചെല്ലുമ്പം അതേസമയം ഷെന്നാണ് നീ വീണ്ടും വന്നോന്നറിഞ്ഞ് ഇവനായിട്ട് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും വന്ന് അതിനിപ്പോ എന്തുവാ മര്യാദയ്ക്ക് ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ നോക്കടാ, ഒരു ഷെന്റെ അടുത്ത് ഭക്ഷണം ഉണ്ടാക്കാനാണെങ്കിൽ പിന്നെ നീ ഇവിടുന്ന് പഠിച്ചിറങ്ങത്തില്ല, കാരണം സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടത്തെ പോലെ ഒന്നല്ല, ഞാൻ ആള് മൊത്തത്തിൽ മാറി ഒരു സീൻ ഉണ്ടാക്കും എന്നിന് അവനും പേടിപ്പിച്ച ഉടനെ ഷെന്നാണ് പേടിച്ച് അവിടെ ഇരിക്കും. അതിനുശേഷം ഫസ്റ്റ് പീരീഡ് ആയിട്ടും ഹേറ്റാങ് വരാത്തോണ്ട് ഇവന് ടീച്ചറിനോട് ചെന്ന് അവൾ എന്താ വരാത്തെന്ന് ചോദിക്കും. അപ്പോഴാണ് ടീച്ചറും കുറച്ച് ദിവസത്തേക്ക് അവളുടെ അച്ഛൻ ലീവ് ചോദിച്ചേക്കോന്ന് പറയുമ്പം ഇവൻ അവളുടെ അച്ഛനാണെന്ന് അറിഞ്ഞിട്ട് അപ്പൊ തന്നെ അവളെ കാണാൻ വേണ്ടി ചെല്ലും. അതോടെ ടീച്ചറും നീ സ്കൂളിൽ വന്നപ്പോ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞ് അവനെ വഴക്കുറഞ്ഞോണ്ടിരിക്കും. അതേസമയം അവൻ നേരെ അവളുടെ വീട്ടിലേക്ക് ഓടി ചെല്ലുമ്പോഴാണ് അവളുടെ വീട് അടച്ചിട്ടേക്കുന്നുണ്ട്. ഇവൻ അകത്തേക്ക് ചാടി കയറി അവൾ അന്വേഷിച്ചോണ്ടിരിക്കും. പക്ഷെ അവളാണ് അവിടെ എങ്ങും തന്നെ കാണത്തില്ല. അതുകൊണ്ട് അവൾ അന്വേഷിച്ച് ഇവന് പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ അവൻ അവൾക്ക് എന്തെങ്കിലും പറ്റിക്കാണെന്ന് പേടിച്ച് പോലീസിനോട് ചെന്ന് കംപ്ലൈന്റ് എടുക്കുമ്പോഴാണ് ആ പോലീസാണ് ഇവനെ കണ്ടിട്ട് ഇവനല്ല പെങ്കൊച്ചിനെ അന്ന് ഇവിടെ നിന്ന് വിളിച്ചോണ്ടോയെന്ന് പറയും. അങ്ങനെ അവളെ ഇപ്പൊ അവളുടെ അച്ഛൻ മെന്റൽ ഹോസ്പിറ്റലിൽ വിളിച്ചോണ്ടോയി കാണുന്ന പറയുമ്പം ഇവൻ അപ്പൊ തന്നെ അവളെ അന്വേഷിച്ച് അവിടേക്ക് ഓടിച്ചെല്ലും. അങ്ങനെ അവനൊരു സൈക്കിളായിട്ട് അവളെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അതേപോലെ ഇവളുടെ അച്ഛനും അവളെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചോണ്ട് നിൽക്കുക. അതിനുശേഷം അവൻ അവിടെ എത്തിയിട്ട് ഹേറ്റാങ് നീ അച്ഛനോട് ദേഷ്യപ്പെടണ്ട, നിനക്ക് വീട്ടിൽ കിട്ടുന്നതിനേക്കാളും നല്ല ഫുഡ് ഇവിടെ നിന്ന് കിട്ടും, മോള് സമാധാനത്തിൽ ഇവിടെ ജീവിക്കും, ഞാൻ ചെന്ന് നിന്റെ വീട് വിറ്റിട്ട് കുറച്ച് ബെറ്റ് കെട്ടി പൈസ ഉണ്ടാക്കട്ടെ, അതിനുശേഷം നിന്നെ ഒന്ന് വിളിച്ചോണ്ടോ. ഇതിന്റെ പൈസയ്ക്ക് വേണ്ടി ഇവളുടെ അച്ഛനും ഇവൾ ഇവിടെ ആക്കാൻ തീരുമാനിക്കും. പക്ഷെ അവളാണ് ഇയാളുടെ അടുത്ത് രക്ഷപ്പെട്ടു പോകാൻ നോക്കുമ്പോൾ അയാൾ ഇവൾക്ക് പ്രാന്താന്ന് പറഞ്ഞ് അവളെ അകത്തേക്ക് വിളിച്ചോണ്ടോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ഈശ്വൻ ഓടിയെത്തിയിട്ട് ഇവനെ അടിച്ചു പൊട്ടിക്കും. ആർക്കാടെ പ്രാന്ത്, നീയൊക്കെ ഒരു മനുഷ്യനാണോടാ, പൈസയ്ക്ക് വേണ്ടി നീ എന്തും ചെയ്യല്ലേ എന്നിന് അവനെ അടിച്ചു പൊട്ടിക്കുമ്പം അവളുടെ അച്ഛനും ഞാൻ അവളുടെ അച്ഛനാടാ, ഞാൻ തീരുമാനിക്കുന്നതെല്ലാം എന്നിന് ഇവനെ തിരിച്ച് അടിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവർ തമ്മിൽ ഒരു വലിയ അടിയാകുമ്പോഴാണ് അവസാനം ഹേറ്റങ് ഓടി വന്ന് ഈശ്വനെ ചെന്ന് രക്ഷിക്കും. അതിനുശേഷം ഇവർ തമ്മിൽ കൂട്ടടിയാകുമ്പം നാട്ടുകാരെല്ലാരും കൂടെ ഇവനെ പിടിച്ച് മാറ്റിയിടും. അതോടെ അവളുടെ അച്ഛനും ഇവർക്കെല്ലാം ഭ്രാന്താന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അതിനെ ശിവനോട് ഹേറ്റങ്ങിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവൾക്ക് എന്തെങ്കിലും പറ്റിയോന്ന് പറഞ്ഞ് അവൻ വരാൻ കുറച്ച് ലേറ്റായെന്ന് പറഞ്ഞ് സോറി പറയും. അതോടെ അവളും കരഞ്ഞോണ്ട് ഇവനെ ഹഗ് ചെയ്യും. അതിനുശേഷം അവനും അവളെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നിട്ട് ഇവളുടെ മുറിവിനൊക്കെ മരുന്നിട്ടോണ്ടിരിക്കും. ഹേറ്റാങ് അവനൊക്കെ ഒരു മനുഷ്യനാണോ, സ്വന്തം മോളിനെ തന്നെ ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു എന്നിന് ഇവൻ ദേഷ്യപ്പെടുമ്പോഴാണ് അവളും അയാൾക്ക് എന്റെ അമ്മയോട് ഭയങ്കര ദേഷ്യമായിരുന്നു. കൊച്ചിലെ ഒരു ദിവസം എന്റെ അച്ഛനെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്നപ്പോ
അമ്മ വേറൊരാളോട് സംസാരിക്കുന്നുണ്ട്. അച്ഛൻ അവർ തമ്മിൽ ബന്ധമാണെന്ന് വിചാരിച്ച് തെറ്റിരിച്ച്. അങ്ങനെ അതോടെ അന്ന് രാത്രി തന്നെ അതും പറഞ്ഞ് അച്ഛൻ എൻ്റെ അമ്മയെ അടിച്ച് പൊട്ടിച്ച്. അങ്ങനെ ഓരോ ദിവസം അച്ഛൻ എൻ്റെ അമ്മയെ സംശയിച്ച് അവരിട്ട് ഉപദ്രവിക്കുന്നതൊക്കെ ഞാൻ കണ്ടോണ്ടിരുന്ന. പക്ഷെ എൻ്റെ അമ്മ അങ്ങനത്തെ ഒരു വ്യക്തിയൊന്നുമല്ല. എൻ്റെ അമ്മ അങ്ങനെ വേറൊരാളെ സ്നേഹിക്കാനൊന്നും പോയില്ല. പക്ഷെ ഇയാൾക്ക് ആ സംശയം കൂടി മൊത്തത്തിൽ പ്രാന്തായിരുന്നു. അതിനുശേഷം ഈ ബെറ്റിംഗ് ഒക്കെ തുടങ്ങി പൈസ ഇല്ലാതെ എൻ്റെ അമ്മയായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. എൻ്റെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തീരുമാനിച്ചു. അതിനുശേഷം എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതുകൊണ്ട് അച്ഛൻ എല്ലാ ദേഷ്യവും ഇപ്പൊ എന്നോടാ കാണിക്കുന്നത്. എന്നിട്ട് ഇവൾ ആ കാര്യമൊക്കെ ഇവനോട് ഷെയർ ചെയ്യുമ്പം അവനും ജനിച്ചപ്പോ തന്നെ അവന്റെ അച്ഛനെ കണ്ടിട്ടില്ലെന്ന് പറയും. അങ്ങനെ അമ്മ ഒരു ദിവസം ഇവന്റെ അച്ഛനെ കണ്ടുപിടിച്ച് വിളിച്ചോണ്ടരാന്ന് പറഞ്ഞിട്ട് ഇവന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പോയി. പക്ഷെ പിന്നീട് ഇവന് മനസ്സിലായ ഇവന്റെ അമ്മ ഇവനെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ആ സമയത്ത് ഇവന് 4 വയസ്സായതേ ഉള്ളു. അങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇവന് പട്ടിണി നടന്ന് മരിക്കാൻ പോയതാ. അതുകൊണ്ട് വേസ്റ്റിലത്തെ ഫുഡൊക്കെ വാരി കഴിച്ച ഞാൻ പിന്നീട് ജീവിച്ചെന്നറിഞ്ഞ് ഇവളോട് ആ കാര്യം പറയുമ്പം അവൾ ഇത് കേട്ട് ഫീൽ ചെയ്യും. അപ്പോഴാണ് അവനും അതിനുശേഷം അവൻ അനാഥാശ്രമത്തിൽ വിളിച്ചോണ്ടുപോയി അവിടെ ഇവൻ ഈശോന്ന് പേരൊക്കെ വെച്ചെന്നറിയും. ഇത് കേട്ട അവളും എങ്കിൽ പിന്നെ ഇവന്റെ അമ്മ അന്വേഷിച്ച് പിന്നീടെല്ലാം പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവന് തീർച്ചയായിട്ടും പോയിട്ടുണ്ട്. പക്ഷെ അവരെ കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് പറഞ്ഞ് അവൻ ആ കാര്യമൊക്കെ ഇപ്പൊ ഇവളോട് പറയും. അങ്ങനെ എന്നെ പോലെ ആൾക്കാർ എന്നെ ജീവിക്കുവാണ്, നിന്നെ പോലെ കഷ്ടപ്പെടുന്ന പെൺകുട്ടിയൊക്കെ തീർച്ചയായിട്ടും ജീവിക്കണം എന്നറിഞ്ഞ് അവൾക്ക് ധൈര്യം കൊടുക്കും. അതുകൊണ്ട് അവൾ ഇവന് താങ്ക്സ് പറഞ്ഞിട്ട് അവളിന് ജീവിക്കാനും ശ്രമിക്കത്തുള്ളൂ എന്നറിയും. അപ്പോഴാണ് അവനും പെട്ടെന്ന് ഇവളോട് ഇവൾക്ക് താല്പര്യമുണ്ട്, നമുക്കൊരു ഫാമിലി ആയാലോ എന്നറിഞ്ഞ് ഇവളോട് ചോദിക്കും. അതോടെ അവൾ സന്തോഷത്തി തീർച്ചയായിട്ടും നമുക്ക് ഒരു ഫാമിലി ആണെന്നറിഞ്ഞ് ഇവർ സന്തോഷത്തിൽ ജീവിക്കാൻ തീരുമാനിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവരൊരുമിച്ച് സ്കൂളിലേക്ക് ചെന്ന് അവിടുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഇവൾ എത്ര പഠിപ്പിച്ചാലും അവന് ചില കാര്യങ്ങളൊന്നും ഒന്നും മനസ്സിലാവത്തില്ല. പക്ഷെ എന്നാലും ഇവളുടെ കൂടെ ചേർന്ന് അവന് കഷ്ടപ്പെട്ട് പഠിക്കും. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് ഇവിടെ അവസാനം അവര് പറഞ്ഞ ആ ചുഴലിക്കാറ്റ് വരുന്ന ദിവസമായി. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ അവര് പറഞ്ഞ സത്യമാണല്ല എന്നറിയാൻ വേണ്ടി അത് കാണാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് ചെല്ലും. പക്ഷെ അവിടാണ് ഇവർ പറഞ്ഞ പോലെ ഒരു ചുഴലിക്കാറ്റും കാണത്തില്ല. അതുകൊണ്ട് ചുമ്മാതായിരിക്കും എന്നറിഞ്ഞ് ഇവർ തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് അവിടുന്ന് ആൾക്കാരൊക്കെ ഇതെന്തോടെ സംഭവം എന്നറിഞ്ഞ് എല്ലാരും കൂടെ ചുറ്റി നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഇവർ രണ്ടുപേരും കൂടെ ഷോക്കാന്ന്. അതായത് ഇവർക്കപ്പോൾ വന്ന ലെറ്റർ 2026 തന്നെയാണ്. അത് അവർക്ക് ഇപ്പോൾ ഉറപ്പായി. അതിനുശേഷം ഇവർ അപ്പം തന്നെ അന്ന് രാത്രി അവർക്കൊരു റിപ്ലൈ ലെറ്റർ അയച്ചു കൊടുക്കും. അതിനുശേഷം അവരെടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് ഇത് 1991 ഇരുന്ന് ഹെയ്റ്റങ് എഴുതിയ ലെറ്ററാന്ന് എഴുതിയിട്ടേക്കും. അതോടെ ഇവളാണ് ഇത് സത്യത്തിൽ ഇവന്റെ അമ്മയാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൻ എനിക്കൊന്നും ഉറപ്പില്ല, പക്ഷെ ഈ പേര് എന്റെ അമ്മയുടെയാന്ന് പറഞ്ഞിട്ട് അതെന്തായാലും കൺഫേം ചെയ്യാൻ വേണ്ടി ഇവനെ തീരുമാനിക്കും. അതുകൊണ്ട് അവന്റെ അമ്മയ്ക്ക് അറിയാനുള്ള കാര്യം ഇവൻ ആ ലെറ്ററിനകത്ത് എഴുതാന്ന് പറഞ്ഞിട്ട് ഇവന് രാത്രി 12 മണിക്ക് ആ ലെറ്റർ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലും. അതിനുശേഷം അവന് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പം ഇവൾ അതിനുമ്പോൾ ലെറ്റർ അയച്ചാൻ ചോദിക്കും. അപ്പോഴാണ് അവനും ഇവന്റെ അമ്മയെ പോലീസ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ച് അവന്റെ നാട്ടിലേക്ക് പോവുക. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വരുത്തിയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം.